3 നേരം നേരം തെറ്റാണ്ട് വാരി തിന്നാ മാത്രം പോരാ, ദേഹം അനങ്ങി പണിയെടുക്കണം. പറയുന്ന ഒറ്റ ജോലി നീ സമയത്ത് ചെയ്ത് തീർക്കുകയില്ല. മോൻ കഴിച്ചോ? വിശക്കുന്ന വയറിന് ആഹാരം കൊടുക്കുന്നതിന് കണക്ക് പറയരുത് സെലീന. ആ ഇത്തിരി പോകുന്ന ചെറുക്കൻ എത്രന്ന് വെച്ച് അധ്വാനിക്ക. അവൻ വന്ന പിന്നെ മരപ്പണിക്ക് എനിക്കൊരാളുടെ കുറവ് മതി. അതറിയോ നിനക്ക്? അത് പിന്നെ എനിക്കറിയാൻ പാടില്ലാണ്ടാണോ മനുഷ്യ? വേലയ്ക്ക് നിൽക്കുന്നതിനോടെ നമ്മൾ അധികം നല്ലത് പറയരുത്, അവൻ മടി പിടിച്ചു പോവും. ഓ നിന്റെ ഒരു ബുദ്ധി. ആ ഞാനൊന്ന് ഫോർട്ട് വെച്ച് വരെ പോയിട്ട് വരാം. ആ റഷീദ് മുതലാളി കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്കിടെ ബോട്ട് പണിത് കൊടുത്തിട്ട് മാസം 4 ആയി. ഇന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വകുപ്പ് അത് തന്നെ മതി എന്നാ SP അദ്ദേഹം പറഞ്ഞു. ജാമ്യം കിട്ടത്തില്ല. വിചാരണയില്ലാതെ എത്ര നാൾ വേണേലും അകത്തിടാം. സാറേ ഞാൻ എന്നാ ചെയ്തിട്ടാ? ഓർഡർ എടുത്ത് ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കുന്ന വനിതാ നിർത്തി. തനിക്കിപ്പോ പുറംകടലിൽ നിന്ന് മച്ചുവായില് സ്വർണം കടത്തലാ പണി. കേസ് ഡബിൾ സ്ട്രോങ്ങാ. ദൈവത്തിന് നിരക്കാത്തത് പറയല്ലേ സാറേ? 3 ദിവസം മുമ്പ് ഞാൻ ഈ മിറ്റത്ത് നിന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ല? പന്നിട മോനെ, SP നായർ സാറിന് ഒരു മോഹം തോന്നി, അത് നടന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നടത്തി കൊടുത്തിരിക്കും. മര്യാദയ്ക്ക് ചോദിച്ചപ്പോ നിന്റെ ഒരു ബലം, പിന്നെ മറ്റേടത്തെ ഒരു ന്യായം പറച്ചില്ല. സാറേ ഞാൻ നീ അകത്ത് പോയാ പിന്നെ 2 3 നാൾ ഈ വീടിന്റെ കഥ ഇങ്ങനെ അടഞ്ഞു കിടക്കും. അത് കഴിയുമ്പോ തുറക്കും. ആര് മുട്ടിയാലും തുറക്കും. അയ്യോ എന്റെ ഈശോയെ! അയ്യോ അവിടെ നിൽക്കാൻ എന്ത് വണ്ടിയൊക്കെ വേണ്ട സാറേ, കർത്താവിനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ഒരു കഴിവറടാ മോളെ. നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ ഉണ്ണാക്കം ഭർത്താവ് ജയിലിൽ കിടന്ന് പുഴുക്കും. അയ്യോ വേണ്ട. SP എമാരുടെ കൂടെ കിടന്നു കരുതി നിന്റെ എന്തായാലും തേഞ്ഞു പോകും. അറിയാലോ നിങ്ങൾക്ക്, ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറ്റവും റിസ്ക്കുള്ള പണിയാണ് സ്മഗ്ലിംഗ്. അങ്ങ് ബോംബെയിലുള്ള ബിഗ് പ്ലേയേഴ്സ് വരെ ഭാഗത്താ മിസാ തടവുകാർ. എന്നിട്ടും ഈ കൊച്ചിയിലിരുന്ന് യാതൊരു തടസ്സവും കൂടാതെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയേണ്ടവർ അറിഞ്ഞു തന്നെയാണ്. കൊടുക്കേണ്ട വിഹിതം അവർക്ക് കൊടുക്കുന്നുമുണ്ട്. സോ മൈ റേറ്റ്സ് ആർ ഫിക്സ്. അറിയാൻ ശേഖരേട്ടാ, ഇന്ന് സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ജോലേഴ്സിനും ഗോൾഡ് കിട്ടുന്ന ഒരേ ഒരു സോഴ്സ് ശേഖരേട്ടനാണെന്ന്. ഇത്രയും വോളിയം ചെയ്യുന്ന ഒരാള് തുടക്കക്കാരായ ഞങ്ങൾക്ക് ചെറിയൊരു ഇളവ് ചെയ്തു തന്നാ. ഇളവുണ്ടാവില്ല, പക്ഷെ സെക്യൂരിറ്റി ഉണ്ടാവും. നിങ്ങളുടെ ആഭരണക്കടയിൽ പോലീസിന്റെയോ എൻഫോഴ്സ്മെന്റിന്റെയോ ഇൻകം ടാക്സിന്റെയോ ഒരു ഇടപെടലും ഉണ്ടാവില്ല. എത്ര? 6. കണ്ട് തൂക്കം ബോധിച്ചിട്ട് കൊണ്ടുപോയാൽ മതി. വേണ്ട ശേഖരേട്ടാ, ഞങ്ങൾക്ക് വിശ്വാസമാ. അല്പം മധുരം കഴിച്ചിട്ട് പോവാം. എന്റെ മോളുടെ പിറന്നാളാ ഇന്ന്. മോളുടെ പേരെന്താ? ശാരദ. ആ, ബാലകൃഷ്ണസെ വീട്ടിൽ കയറി ശല്യം ഉണ്ടാക്കിയ ആദ്യ ദിവസം തന്നെ തനിക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? പേടിച്ചിട്ടേ ശേഖരേട്ടാ. പുറത്തു പറഞ്ഞ കൊന്ന് കടലിൽ താഴ്ത്തുന്ന് പറഞ്ഞു. എന്നിട്ടാ ചെറുക്കനവിടെ? അപ്പുറത്തുണ്ട്. എവിടുന്ന് കിട്ടി തനിക്ക് അവനെ? 3 മാസം മുൻപ് ഞാൻ നിലമ്പൂർ കൂപ്പിൽ തടിയെടുക്കാൻ പോയതാ. കൂപ്പിൽ അവൻ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. മനസ്സലിവ് തോന്നി കുറച്ച് കാശ് കൂടുതൽ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല. പണിയെടുത്ത കാശ് മാത്രം മതിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ കൂടെ കൂട്ടി ഒരു സഹായത്തിന്. പാവം ആരുമില്ലാത്തവനാ ശേഖരേട്ട. എന്നെ സെലീനെ ദ്രോഹിക്കുന്നത് കണ്ട് സഹിക്കാതെയാ അവൻ. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം ശേഖരേട്ട. എന്തായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം? ഒരു കാര്യവും ഇല്ലാതെ എന്നെ ആക്രമിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ബാലകൃഷ്ണ? തലയ്ക്ക് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട് ശേഖരേട്ട. അൽഫോൻസിനും ഭാര്യയ്ക്കും പിന്നെ ആ കൊച്ചു ചെറുക്കനും എതിരെയാണല്ലേ തന്റെ മൊഴി? അത് ഇയാൾക്ക് പെണ്ണു കൂട്ടി കൊടുക്കാൻ പോയപ്പോ കിട്ടിയതല്ലേ ഈ ക്ഷതം?
അപ്പോ അത് അങ്ങനെ അങ്ങ് തീരട്ടെ. അൽഫോൻസ് എൻ്റെ ആളാ, തനിക്കിനി പരാതിയില്ല. സമ്മതം? താൻ സമാധാനമായിട്ടിരുന്നു. ഇനി പോലീസ് ബുദ്ധിമുട്ടിക്കില്ല. ശേഖരേട്ട, ഈ ജന്മം ഞാൻ ഓട്ടടോ. എന്താ നിന്റെ പേര്? മാധവൻ. നിങ്ങളുടെയോ? എന്റെ പേര് ചോദിക്കുന്ന ആദ്യത്തെ ആളാ നീ. ഞാൻ ശേഖരൻ. എല്ലാവരും ശേഖരേട്ടാന്ന് വിളിക്കും. നീയും അങ്ങനെ വിളിച്ചാൽ മതി. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ കൂടെ നിന്നോട്ടെ. കാക്കനാട് സെന്റ് ഒന്നിന് വെറും 30,000 രൂപ വെച്ച് 500 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് മിസ്റ്റർ മോഹൻദാസിന്റെ കമ്പനിക്ക് കൈമാറുമ്പോൾ സ്ഥലവിലയിൽ മാത്രം നിങ്ങളുണ്ടാക്കുന്ന ലാഭം 350 കോടി രൂപ. അതിൽ 250 കോടി ഞങ്ങൾക്ക്, 100 കോടി നിങ്ങൾക്ക്. പിന്നെ നിങ്ങളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് എംപയറിൽ നിങ്ങളും കോട്ടൂരാൻ ബ്രദേഴ്സും ഈക്വൽ പാർട്ട്നേഴ്സ്. ഇറ്റ്സ് എ ഫെയർ ഡീൽ. എന്നാലും മിനിസ്റ്റർ ജി, ഇത്ര വലിയ തുക ഒറ്റയടിക്കെന്ന് പറയുമ്പോൾ കോട്ടൂരാന്മാരുടെ ബിസിനസ്സിൽ വിലപേശലില്ല. കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ആദ്യം പറയുന്ന വില, അതാ വഴക്കം. ഈ സ്ഥലമേറ്റെടുപ്പും അവിടെ വരാൻ പോകുന്ന പ്രോജക്റ്റും എല്ലാം മീഡിയ പ്ലേ അപ്പ് ചെയ്ത് വലിയ സംഭവങ്ങളാക്കിയിരിക്കുമോ സാറേ? അപ്പൊ പിന്നെ ഇങ്ങനൊരു ധാരണ പിശകിന്റെ പേരും പറഞ്ഞ് സാറിന് ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ? അല്ല, അങ്ങനെ അങ്ങ് ഊരിപ്പോകാൻ സാറിനെ ഞങ്ങൾ സമ്മതിക്കുമോ? ഹലോ മിനിസ്റ്റർ ജി. ആ, അഡ്വക്കേറ്റ് ജോയ് ഫിലിപ്പ്, കോട്ടൂരാന്മാരുടെ അലീന, സുപ്രീം കോർട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള കോർപ്പറേറ്റ് ലോയർ. എഗ്രിമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കണ്ടീഷൻസും ജോയ് ഡ്രാഫ്റ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അല്ലേ? യെസ്, നോ ലൂസ് എൻഡ്സ്. അപ്പോ ഒപ്പിടുകയല്ലേ? Can I? Pop it off. കേട്ടോ മോഹൻദാസ്, ശരിക്കും ആഹ്ലാദിക്കാനുള്ള വക നിങ്ങൾക്ക് എല്ലാവർക്കും. എന്റെ പേരോ പാർട്ടിസിപ്പേഷനോ ഒന്നും ഇപ്പൊ സൈൻ ചെയ്ത എഗ്രിമെന്റിൽ ഒരിടത്തുമില്ല. നിങ്ങളുടെ ബിസിനസ്സിന് മുട്ടോ തട്ടുകടോ പറ്റാതെ സർക്കാർ തലത്തിൽ സഹായ സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു ഹംബിൾ ഫെസിലിറ്റേറ്റർ, വിനീതനും വിശ്വസ്തനുമായ ഇടനിലക്കാരൻ, ദല്ലാൾ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാരൻ, പിമ്പ്. പറയുന്ന വില കിട്ടിയാൽ എന്തും തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു പഞ്ചനക്ഷത്ര മാമ. ദൈവമേ, ഈ ശേഖരന്റെ ഒരു ടൈമിങ് കാലം ചെല്ലുന്നതോറും അതിങ്ങനെ ഷാർപ്പായിക്കൊണ്ടിരിക്കുക. ജോസഫ് ചേ, നോക്കിയാട്ടെ എന്തൊരു കിടില എൻട്രിയാ നടത്തിയെന്ന്.
ഹാറ്റ്സ് ഓഫ് ടു യു. മിസ്റ്റർ മോഹൻദാസിന് മനസ്സിലായോ ശേഖരേട്ടനെ? ദ റെയിനിങ് മാഫിയ കിങ് ഓഫ് കൊച്ചിൻ. ആൾബലം കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും ഏതൊരു രാഷ്ട്രീയക്കാരനേക്കാളും ശക്തൻ. നിന്റെ ഉറപ്പിന്മേലല്ല, എന്റെ വാക്ക് വിശ്വസിച്ച 6000 കുടുംബങ്ങൾ അവരുടെ കിടപ്പാടം തുച്ഛമായ വിലയ്ക്ക് സർക്കാരിന് കൈമാറി തൊലച്ചത്. BMW കമ്പനിയുടെ വലിയൊരു കാർ ഫാക്ടറി കാക്കനാട് വരാൻ പോകുന്നു, അതോടെ ആ പ്രദേശം മുഴുവൻ വികസിക്കും എന്നൊക്കെ നീ വന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി നിന്റെ കൂടെ വന്നു. അന്ന് ഒപ്പിട്ട കരാറിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഭൂമി കൈമാറിയ കുടുംബങ്ങളുടെ ചെറുപ്പക്കാർക്ക് ഫാക്ടറി സ്ഥിരം തൊഴിൽ കൊടുക്കുമെന്ന്. കഴിഞ്ഞ 6 മാസം നീ ഭംഗിയായി കളിച്ചു. നിന്റെ വകുപ്പ് ഉന്നയിച്ച മുട്ടാപ്പോക്കുകളിൽ പൊറുതിമുട്ടി BMW കമ്പനി തമിഴ്നാട്ടിൽ അവരുടെ ഫാക്ടറി പ്ലാന്റ് തുടങ്ങാൻ തീരുമാനിച്ചു. റൈറ്റ് യു ശേഖരേട്ട. ആസ് ഓൾവേസ് കാർ കമ്പനി കളമൊഴിഞ്ഞോടെ എല്ലാ സിമ്പിൾ. ഏറ്റെടുത്ത ഭൂമി ഈ ഇരിക്കുന്ന മോഹൻദാസ് കാരമ്പേലയുടെ ഖത്തർ ബേസ്ഡ് കമ്പനിക്ക് സർക്കാർ കൈമാറും. അവിടെ മോഹൻദാസും കോട്ടൂരാന്മാരും ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ, എ പോസ്റ്റ് മോഡേൺ വില്ലേജ്. ഓരോന്നിനും 1 കോടി രൂപ വില വരുന്ന 500 വില്ലകൾ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് മാളുകൾ, മൾട്ടിപ്ലക്സസ്, ഇന്റർനാഷണൽ സ്കൂൾ. അങ്ങനെ കൊച്ചിയുടെ ഇൻഫേമസ് മാലിന്യങ്ങൾ ഗാർബേജും ഇല്ലാത്ത, ഏലൂരിലെ കറുത്ത പോക്കറ തീണ്ടാത്ത ഒരു ഡ്രീം ലാൻഡ്. നടക്കില്ലടാ രഘു. നീ പറഞ്ഞ വിശേഷണം പോലെ ഒരു സ്വപ്നഭൂമി മാത്രമായി അത് അവശേഷിക്കും. എന്റെ സംരക്ഷണയിലുള്ള കുടുംബങ്ങളെ പെരുവഴിയിലാക്കി ഒരു ഹൈടെക് വില്ലേജ് നീ കെട്ടിപ്പോക്കില്ല. മൂപ്പിന്നെ താൻ ഈ ചൊറിഞ്ഞു കളിക്കുന്നത് ആരോടാണെന്നറിയാമോ? രഘുറാംജിയോട്. ദ വൺ ആൻഡ് ഓൺലി രഘുറാംജി. താൻ ഈ വന്ന് ചവിട്ടി നിൽക്കുന്ന ഇടം ഏതാണെന്നറിയാമോ? കോട്ടൂരാൻസ് പ്രോപ്പർട്ടി. എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. അധികം കയറി വളഞ്ഞ ഉറക്കിക്കളയും ഞാൻ. ഓടെ ഇറക്കാം. ഒരുമാതിരി ബ്രോയിലർ പന്നിയെ പോലെ ഹോർമോൺ കുത്തിവെച്ച് ദശ കൊഴുപ്പിച്ചെടുത്ത് ഒരു കളിത്തോക്കെടുത്ത് ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ജനിപ്പിച്ച തന്തയോടെങ്കിലും ഒന്ന് ചോദിക്കണം, എപ്പോ, എവിടെ വെച്ച്, ആർക്ക് നേരെ ചൂണ്ടണമെന്ന്. നാളെ രാവിലെ 6:30 ഖത്തറിലേക്കുള്ള നിന്റെ റിട്ടേൺ ഫ്ലൈറ്റ്. ദാറ്റ് മീൻസ് അടുത്ത 29 മണിക്കൂറുകൾ താൻ കഴിച്ചു കൂട്ടേണ്ടത് കൊച്ചിയിലാണ്. കഴിഞ്ഞ 50 വർഷങ്ങളായി കൈവെള്ളയിലെ രേഖകൾ പോലെ ഞാൻ അറിയുന്ന, എന്നെ അറിയുന്ന എൻ്റെ കൊച്ചിയിൽ. ഗുഡ് ലക്ക്. രഘുറാം വൈദ്യൻ, ദ ഗ്രേറ്റ് FM, കേരള മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ ഫൈനാൻസ് മിനിസ്റ്റർ. നിനക്ക് കെൽപ്പുണ്ടെങ്കിൽ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യും. ബാഡ് ലക്ക്. Shame on you. Shame on all of us. എന്റെ ദേഹത്ത് കൈവച്ചിട്ട് രഘുറാംജിയെ വെല്ലുവിളിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയി, ഒന്നും സംഭവിക്കാതെ. ഡിസ്ഗ്രേസ്. കേറി ഇങ്ങ് തിളക്കും മുമ്പ് ചോദിച്ചു നോക്കും നിന്റെ അപ്പച്ചനോട് ശേഖരേട്ടൻ ആരാണെന്ന്. നിന്റെ അപ്പച്ചനും കൊച്ചപ്പച്ചനും മുമ്പ് ഒരുപാട് തവണ മുട്ടിയിട്ടുണ്ട് ശേഖരേട്ടനോട്. ഓരോ തവണ കോർത്തപ്പെടും നഷ്ടം ഇവർക്കായിരുന്നു. ആളും പണവും കുറെ കത്തിപ്പോയി അല്ലേ ജോസഫ് ചായ? ആ മിസ്റ്റർ മോഹൻദാസ്, നിങ്ങൾ ഇനി കൊച്ചി നിൽക്കണ്ട. അടിമാലിയിൽ എൻ്റെ ഫാം ഹൗസിലേക്ക് പോയിക്കോളൂ. ഫ്ലൈറ്റ് ടൈമിന് തൊട്ട് മുമ്പ് എയർപോർട്ടിൽ എത്തിയാൽ മതി. അതുകൊണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്തോളാം. താനും കയറുക. രഘുറാംജി, ഐ ആം എ ബിറ്റ് സ്കെയർഡ്. സാറ് പേടിക്കാ സാറേ. രഘുറാംജിയുടെ പവറും ഞങ്ങളുടെ മസിൽ പവറും കൂടെ ചേർന്ന സാറിനെ ഒരു മറ്റേ മോനും ഒരു പൂക്കത്തോളം ചെയ്യത്തില്ല. ദിവാര, താനും സുനിലും മോഹൻദാസിനും ഇപ്പോൾ അടിമാലിക്ക് പോകണം. സർ, രാവിലെ ഫ്ലൈറ്റിൽ കയറുന്നവരെ ഇയാളുടെ സേഫ്റ്റി നിങ്ങളുടെ ചുമതലയാണ്. നോ ലാപ്സസ്. ഡൺ രഘുറാംജി. ഓക്കെ. ശേഖരേട്ടൻ വെറും ഒരു അധികാര ചിഹ്നം മാത്രമാണ്. ജസ്റ്റ് എ സിമ്പിൾ. അയാൾക്ക് പുറകിൽ നിന്ന് ഈ നഗരം എങ്ങനെ ഉറങ്ങണമെന്നും ഉണരണമെന്നും നിശ്ചയിക്കുന്ന അവനാണ് മാധവൻ. ബിവെയർ ഓഫ് മാധവൻ, ദ റിയൽ ഹീറോ, ദ റിയൽ ടെറർ. വഴിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. മോഹൻദാസ് സാർ ഒന്ന് കൂളാവ്. ഞാൻ ഇതുപോലെ എത്രയോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ഞാനില്ലേ കൂടെ. അടിമാലിയിലെത്തിയ മോഹൻദാസ് സർ പ്ലസന്റ് ആയിക്കോളും ദിവാകരൻജി. അവിടുത്തെ സെറ്റപ്പ് സാറിനെ തണുപ്പിച്ചോളും. സാറേ, നമ്മുടെ പുറകൊരുത്തം വിടാതെ പിടികൂടിയിട്ടുണ്ട്. ആ, നീ ചവിട്ടി വിട്ടോ.
നീ കത്തിച്ചു വിട്. ഹലോ സാർ, ഞാനാണ് സാർ. കുറച്ചു നേരമായി ഞങ്ങളുടെ വണ്ടി ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാം സാർ. സാർ വിളിക്കാം സാർ. ആ ഓക്കെ. Move fast! Go fast! ഇപ്പൊ കാണാനല്ലോ ആ സ്കോർപിയോ. ചിലപ്പോ നമ്മളെ ചേസ് ചെയ്തൊന്നും ആയിരിക്കില്ല. ഞാനിവിടെ ഉള്ളപ്പോ അങ്ങനെ വരും. വഴി ബ്ലോക്ക് ആണല്ലോ. വണ്ടി നിർത്ത്. Come out. Sunil, go inside. Come on. സാർ, ഇപ്പോഴാ വണ്ടി കാണുന്നില്ല. ഇറ്റ്സ് ക്ലിയർ. നൗ എവറിത്തിങ് സേഫ്. Drop the gun. Everything safe? നീ ഒട്ടും സേഫ് അല്ല ദിവാകര. നിന്റെ ഒപ്പം എപ്പോഴും എന്റെ കണ്ണും കാതും കയ്യുമുണ്ട്. എനിക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരിടത്തേക്കും നിന്റെ രഘുരാമന് ഇയാളെ മാറ്റാനാവില്ല. Now I am taking over Mr. മോഹൻദാസ് കാരംബി. 6000 കുടുംബങ്ങളുടെ ജീവനും ജീവിതത്തിനും 250 കോടി വിലയിട്ട് അവരുടെ അടിവാരം തോണ്ടിയത് ആരാണ്? നീയോ നിന്റെ രഘുരാമനോ? Come in.
ന്യൂസ് അറ്റ് നൂണിലേക്ക് സ്വാഗതം. കാക്കനാട്ടെ വിവാദമായ സാറ്റലൈറ്റ് സിറ്റി കരാറിൽ നിന്നും ഖത്തറിലെ സ്പേസസ് അൺലിമിറ്റഡ് കമ്പനി പിന്മാറി. കമ്പനി പുറത്തിറക്കിയ പ്രത്യേക വാർത്താക്കുറിപ്പിൽ കമ്പനിയുടെ ചെയർമാൻ മോഹൻദാസ് കാരംവേലിയാണ് തീരുമാനം അറിയിച്ചത്. പിന്മാറ്റ കാരണത്തെക്കുറിച്ച് യാതൊന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല. അമ്പട കള്ള, എന്തിനാ TV ഓഫ് ചെയ്തത്? മുത്തച്ഛൻ കാണുകയല്ലായിരുന്നോ? എനിക്കിഷ്ടല്ല. എപ്പോഴും ഒരു ന്യൂസ് വീട്ടിൽ അച്ഛൻ ഇതേ വെക്കൂ. മോനൊരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം മുത്തച്ഛൻ്റെ കൂടെ ഇവിടെ നിൽക്ക്. എന്നാ എപ്പോഴും കാർട്ടൂൺ ചാനൽ തന്നെ കാണിക്കാം. ശരിക്കും? പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. വീട്ടിൽ നിന്ന് പോരുമ്പോഴേ അമ്മയോട് പറഞ്ഞു സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു ചെല്ലണോന്ന്. ഇറങ്ങായോ മോളെ? ആ, ശരത്ത് ഓഫീസിൽ നിന്ന് എത്തും മുമ്പേ തിരിച്ചു ചെല്ലണം. അല്ലെങ്കിൽ അത് മതി മുഖം വീർപ്പിക്കാൻ. മോളെ, ഒരു 2 ദിവസം നിനക്കും മോനും ശരത്തിനും കൂടി ഇവിടെ വന്ന് നിന്നൂടെ? ഒരു വീക്കെൻഡിലോ മറ്റോ? മോനെ, നീ പോയി മുത്തശ്ശൻ വാങ്ങി തന്ന ടോയ്സ് ഒക്കെ എടുത്തോണ്ട് വാ. ചെല്ല്. ഓരോ തവണ ഞാൻ വരുമ്പോഴും അച്ഛൻ ചോദിക്കുന്നത് ഒരേ ചോദ്യം, എനിക്ക് പറയാനുള്ളത് ഒരേ മറുപടിയും. ഹൗസ് ഓഫ് ക്രൈംസ്. ഈ വീടിനെ അങ്ങനെയാ ശരത്ത് വിളിക്കുന്നത്. ഒരു ദിവസം പോലും രാഹുൽ ഇവിടെ ഉറങ്ങാൻ പാടില്ലാത്രേ. ശരിയാണ് അയാൾ പറയുന്നത്. നിയമത്തെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എൻ്റെ വഴികളുമായി പൊരുത്തപ്പെടാനാവില്ല. ന്യായങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഐ ആം എ ക്രിമിനൽ. അച്ഛനെന്നും ആഗ്രഹിച്ചിരുന്നത് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ലേ? അന്തസ്സുള്ളൊരു കുടുംബജീവിതം. അതിന് അച്ഛനൊരു വില കൊടുക്കുന്നു, ഞാനും. വല്ലപ്പോഴും വന്നൊന്ന് അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. മോനെ. ആ ഉമ്മ. ശാരദ ഇറങ്ങായോ? ഓ, ഇത്തവണയെങ്കിലും മാധവേട്ടനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും മാധവേട്ടൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മോൻ ആരാ ഈ തോക്ക് വാങ്ങി തന്നത്? മുത്തശ്ശൻ. ഇവൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ കുറെ ടോയ്സ് വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഇവൻ ഇഷ്ടപ്പെട്ടത് ഇതാ, ഗൺ. ഇത് വേണ്ട മോനെ, അങ്കിള് വേറൊരു ടോയ് തരാം. ഇതൊരു ബിൽഡിംഗ് സെറ്റാ. ഇത് വെച്ച് മോന് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം, പാർക്ക് ഉണ്ടാക്കാം. മോന്റെ അച്ഛനും അത് ഇഷ്ടാവും. വരട്ടെ മാധവേട്ട. നിൽക്ക്. നിങ്ങൾ ഓട്ടോയിലാണോ പോകുന്നത്? അതെ. ജോസേ, നീ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ശരി മാധവേട്ട. ഇവിടുത്തെ കാറിൽ കയറിയാൽ ഉണ്ടാവുന്ന കുറവ് തൽക്കാലം ഒന്ന് ക്ഷമിക്കാൻ പറ ശരത്ചന്ദ്രനോട്. ജോസ്. മാന്യനായ ഒരാളുമായി അവളുടെ കല്യാണം നടന്നപ്പോൾ ഞാനും നീ ഒരുപോലെ ആശ്വസിച്ചു അവൾ രക്ഷപ്പെട്ടെന്ന്. പക്ഷേ ഇങ്ങനെ അവളെ നഷ്ടപ്പെടുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നമ്മുടെ കണക്കൂട്ടലുകൾ ചെറുതായി തെറ്റി, അല്ലേ മാധവ? ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏത് കണക്കൂട്ടലാ ശേഖരേട്ട ശരിയായിട്ടുള്ളത്? അവളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, അത് മതി. പിന്നെ നീയൊന്ന് കരുതിയിരിക്കണം. ഇത്തവണത്തെ തോൽവി രഘുറാമും കോട്ടൂരാന്മാരും പെട്ടെന്ന് മറക്കില്ല. നഷ്ടം 250 കോടിയാ. കരാറിൽ നിന്നും ഖത്തർ കമ്പനി പിന്മാറിയതുകൊണ്ടായില്ല. നമ്മുടെ ആൾക്കാരുടെ ഭൂമി ഇപ്പോഴും സർക്കാരിന്റെ കൈവശം. അറിയാം, അതിന് വേണ്ടത് ചെയ്യുന്നുണ്ട്. വൈകിയോ സഖാവേ? ഇല്ല, അദ്ദേഹം ഊണ് കഴിഞ്ഞ് ഇപ്പോൾ റൂമിലോട്ട് പോയതേ ഉള്ളൂ. വരും. പിന്നെ മാധവന് തഴക്കമില്ലാത്തൊരു കാര്യം ഞാൻ ആവശ്യപ്പെടുക. വിനയം. അദ്ദേഹത്തോടുള്ള സംസാരം സവിനയം മതി. ആയിക്കോട്ടെ. ക്ഷിപ്രകോപിയ, മാധവന് കാണണമെന്ന കാര്യം ഞാൻ അവതരിപ്പിച്ചപ്പോൾ എന്നോട് മറിച്ചും തിരിച്ചും ചിലതൊക്കെ ചോദിച്ചു. മാധവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. അതാ എനിക്കൊരു സംഭ്രമം. സഖാവ് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. കാക്കനാട് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമി അതാത് കുടുംബങ്ങൾക്ക് തിരികെ കൊടുക്കണം. അതല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തതുപോലെ ഒരു വ്യവസായം തുടങ്ങി അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി നൽകുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇതാണ് ഹർജിയുടെ രത്നച്ചുരുക്കം. 10,000-20,000 പേരുടെ ഒപ്പം ശേഖരിച്ച് ഇങ്ങനൊരു മെമ്മോറാണ്ടം എനിക്ക് സമർപ്പിക്കുവാൻ മിസ്റ്റർ സത്യശീല, എന്താ ഇയാളുടെ പേര്? മാധവൻ. മാധവൻ. മിസ്റ്റർ മാധവനെ ചുമതലപ്പെടുത്തിയത് ആരാണ്? നിങ്ങൾ ജനപ്രതിനിധിയാണോ?
ഒരു പഞ്ചായത്ത് വാർഡിന്റെ എങ്കിലും, അതോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണോ? രണ്ടുമല്ല. പിന്നെ അവിടുത്തെ പ്രജയാണ് സഖാവ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടക്കൊച്ചിയിലെ 14 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു സാധാരണ പൗരൻ. അങ്ങനെ ഒരാൾക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു നിവേദനവുമായി വരുന്നതിന് കൽപ്പിച്ചെന്തെങ്കിലും വിലക്കുണ്ടോ? നിർത്തണതന്റെ നാട്യം. എനിക്കറിയാൻ താൻ ആരാണെന്ന്. പുറമേ ഒരു വൻ വ്യവസായിയുടെ പരിവേഷമുണ്ടെങ്കിലും നിജസ്ഥിതിയിൽ താൻ ഒരു അധോലോക രാജാവാണ്, ഒരു ഗ്ലോറിഫൈഡ് ക്രിമിനൽ. തന്നെ പോലെയുള്ളവരുടെ സ്വാധീനത്തിൽ എപ്പോഴും കുറെ ആളുകളുണ്ടാവും. വല്ലപ്പോഴും എറിഞ്ഞു കൊടുക്കുന്ന എച്ചിലിന്റെ പിന്നാലെ പട്ടികളെപ്പോലെ വാലാട്ട് കിടക്കുന്ന കുറെ വിഡ്ഢികള്. അങ്ങനെ ഒരു ചെറിയ ജനവിഭാഗത്തിന്റെ പിന്തുണയുണ്ടെന്ന് കരുതി ആവശ്യം ഉന്നയിക്കാനും സൗജന്യം കൈപ്പറ്റുവാനും മുഖ്യമന്ത്രിയുടെ സമക്ഷത്ത് വരരുത്. കേരളം ഭരിക്കുന്നതേ ഇപ്പൊ ഞാനാ. എന്നെ അറിയാവല്ലോ. അറിയാം സഖാവേ. ശരിക്കും എങ്ങനെയെങ്കിലും ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയാവണമെന്ന ഒറ്റ വാശിയോടെ ഇത്ര വീറോടെ പോരാടിയ ഒരു നേതാവും കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. ആ സ്ഥൈര്യത്തോട് എനിക്ക് ആദരവുണ്ട്. മാധവ, അങ്ങ് പറഞ്ഞല്ലോ, ചെറിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന്. അതിലെന്താണ് തെറ്റ്? ഒറ്റയ്ക്ക് നിന്നാൽ 200 വോട്ട് പോലും തികച്ചു കിട്ടാത്ത ഈർക്കിലി പാർട്ടികളെ വെച്ചു പൊറുപ്പിക്കുന്നില്ലേ ഇവിടുത്തെ 2 മുന്നണികളും? അതിലൊന്നിന്റെ നേതാവും പരമഭൂലോക ചെറ്റയുമായ രഘുരാം വൈദ്യർക്ക് ഫിനാൻസ് പോലൊരു പോർട്ട്ഫോളിയോ നൽകി തഴുകി സുഖിപ്പിച്ച് നിർത്തുന്നില്ലേ നിങ്ങൾ? മുന്നണി രാഷ്ട്രീയത്തിന്റെ ആ ബലതന്ത്രത്തിന്റെ ഗർവിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പാർട്ടി കൂറും ചായ്വും മറന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞിടത്ത് കുത്തുന്ന 30,000 വോട്ടർമാർ എനിക്കൊപ്പം ഉണ്ട് ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ. സഖാവ് സത്യശീലൻ അതറിയാം. രഘുരാമന്റെ കരുനീക്കങ്ങളിൽ വഞ്ചിക്കപ്പെട്ട 6000 കുടുംബങ്ങൾക്ക് ഒന്നുകിൽ അവരുടെ ഭൂമി തിരിച്ചു നൽകണം, അല്ലെങ്കിൽ എത്രയും വേഗം അവിടെ ഒരു വ്യവസായം ആരംഭിച്ച് അവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകണം. ഇതൊരു അപേക്ഷയാണ്. സഖാവിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് നന്മകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിരാശപ്പെടുത്തരുത്. ഒരു കാര്യം കൂടി, ഒരുപാട് സ്നേഹിക്കുന്ന നേതാക്കളെയാണ് പലപ്പോഴും ഒടുവിൽ ജനങ്ങൾ ഒരുപാട് വെറുക്കാറുള്ളത്. മറക്കണ്ട. ആകെയുള്ളത് 27.5 സെന്റ് സ്ഥലം. അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നത് 12 നിലയിൽ 48 ഫ്ലാറ്റുകൾ. ടോട്ടൽ ഏരിയ ഓഫ് കൺസ്ട്രക്ഷൻ 1,10,586 സ്ക്വയർ ഫീറ്റ്. മിസ്റ്റർ പാപ്പച്ചൻ, ഇങ്ങനെ ഒരു പ്രപ്പോസൽ എനിക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. എന്ത് വന്ന? അതെല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണമല്ലേ? അയ്യോ, അത് വിട്ടുപോയതല്ല, ദേട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, അതോ ഇനി വെളിയിൽ വല്ല ഹോട്ടലിലും വെച്ചാണോ? ഓരോരുത്തർക്കും ഓരോ തരമല്ലയോ? എന്നാ പിന്നെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് കൈമാറ്റം ചെയ്തേക്കാം, അല്ലയോ? എത്രയുണ്ട്? 5. ഓർഡർ ആയതിനു ശേഷം ഒരു 5 കൂടി. കുറഞ്ഞു പോയാലും വലിയ മനസ്സ് വിചാരിച്ചങ്ങ് സമ്മതിക്കണം സാറേ, പ്ലീസ്. കെട്ടിട നിർമ്മാണ നിയമത്തിലെ എല്ലാ വകുപ്പുകളും കൃത്യമായി ലംഘിക്കുന്ന ഒരു പ്രപ്പോസൽ പാസ്സാക്കുന്നതിന് എനിക്ക് വില 10 ലക്ഷം രൂപ. മിസ്റ്റർ പാപ്പച്ചൻ, നിങ്ങൾ എനിക്ക് കോട തരാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിജിലൻസുകാരെ വിളിച്ചു വരുത്താത്തത് മറ്റൊന്നും കൊണ്ടല്ല, മെനക്കെടാൻ വയ്യ. മുമ്പ് 3-4 തവണ അങ്ങനെ ചെയ്തപ്പോ കേസ് അന്വേഷകന്മാർക്ക് ഇതുപോലെ ഓരോ ബ്രീഫ് കേസ് കൊടുത്ത് മുതലാളിമാരങ്ങ് ഊരിപ്പോയി. ഞാൻ കോടതി കയറി ഇറങ്ങി മെനക്കെട്ടത് മിച്ചം. സോ ദാറ്റ്സ് ഇറ്റ്. നൗ ജസ്റ്റ് ഗെറ്റ് ഔട്ട്. അയ്യോ, ചതിക്കല്ലേ ശരത് സാറേ. ഫ്ലാറ്റിൽ വന്ന് 12 എണ്ണം വിറ്റുപോയി. കടലാസെ മാറ്റം വല്ലതും വരുത്തണമെങ്കിൽ മാറ്റി സമർപ്പിക്കാം. മാറ്റണം, അടിമുടി മാറ്റണം. 27.5 സെന്റിൽ പെർമിറ്റഡായ ഏരിയ ഓഫ് കൺസ്ട്രക്ഷനിൽ 1 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല. താമസിക്കുന്നവർക്ക് വെള്ളവും ശുദ്ധവായും കിട്ടണം. സേഫ്റ്റി മെഷേഴ്സിൽ ഒരു കോംപ്രമൈസും ഇല്ല. കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഗ്രൗണ്ട് വേണം. അങ്ങനെ എല്ലാ ചട്ടങ്ങളും പാലിച്ച് പുതിയൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. പ്രപ്പോസലിന്റെ മെറിറ്റ് അനുസരിച്ച് ഇവിടുന്ന് ഓർഡർ ഇടാം. മനസ്സിലായോ? മനസ്സിലായി. ആ, ഗുഡ് ഈവനിങ് സർ. ആ, തരണോ സർ? ഒന്ന് കൈവെക്കടോ.
ഓട്ടോമൊബൈൽ. സ്പെൽ ഇറ്റ്. AUTOMOBILE. Correct. It means that which is related to cars. That which is related to cars. Right. അച്ഛാ, എന്ത് പൊട്ടക്കാറാ നമ്മുടേത്? എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? മുത്തശ്ശന്റെ കാറ് എന്ത് അടിപൊളിയാന്നറിയാമോ? AC-യാ, ഭയങ്കര തണുപ്പാ, സീറ്റൊക്കെ നല്ല പതുപതാന്നിരിക്കും. നീ എപ്പോ കേറി? ഇന്ന് ഞാനും അമ്മയും ആ കാറിലാണല്ലോ വന്നത്. എന്നോട് വഴക്കിന് നിൽക്കണ്ട. ഞാൻ കുറെ പറഞ്ഞതാ ഞങ്ങൾ ഓട്ടോ പിടിച്ചു വന്നോളാന്ന്. മാധവനങ്ങളാ പറഞ്ഞത് കാറിൽ പോയാ മതിയെന്ന്. അത് ശരി. അത് പിന്നെ അങ്ങനല്ലടാ. നിന്റെ അമ്മ ഓട്ടോയിൽ കയറി കഷ്ടപ്പെടുന്ന വല്ലതും മാധവനങ്കിളിന് സഹിക്കുവോ? ദേ നോക്കി, കുട്ടിയുടെ മുമ്പിൽ വെച്ചുള്ള മുന വെച്ച വർത്താനം നമുക്ക് ഒഴിവാക്കാം. ഞാൻ സഹോദരനെ പോലെ കാണുന്ന ഒരാളെക്കുറിച്ച് 10 വർഷമായി ഒരേ കാര്യം തന്നെ കേൾക്കുന്നു. ബോറടിക്കുന്നു ശരിക്കും. അതെ, ബോറടിക്കുന്നുണ്ട്. അതെനിക്കറിയാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. സർ പ്ലീസ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബെഡ്റൂമിൽ. അവൻ ഉറങ്ങിയിട്ട്. Enough. Just clear out. വേണ്ട സുനിലെ, ജോസഫ് ഇച്ചായൻ ഇപ്പോഴും വിളിച്ചിരുന്നു. സുനിൽ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും ഇച്ചായൻ വിശ്വസിക്കുന്നില്ല. ഇച്ചായൻ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാ വശക്കേടാവേ. റാണി, ഐ ഫീൽ റൂയിൻഡ്. കാക്കനാട് പ്രോജക്റ്റിന്റെ കിക്ക് ബാക്ക് എത്രയായിരുന്നു എന്ന് നിനക്കറിയോ? ബ്ലഡി 250 crores. കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ സ്വപ്നങ്ങളാ. ഈ കൊച്ചിയുടെ കടൽപ്പരപ്പിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു ലക്ഷറി വെസൽ, ഒരു ഫ്ലോട്ടിംഗ് പാരഡൈസ്. നീയും ഞാനും ചേർന്ന് നടത്തുന്ന മുഴുവൻ പ്ലഷർ ബിസിനസ്സും. പിന്നെ അതിനകത്ത് ഡെൻമാർക്കിലെ ഒരു വെസൽ കമ്പനിയുമായി ഡീല് ഞാൻ പറഞ്ഞുറപ്പിച്ചതാ. ഗോൺ. എവറിത്തിങ് ഈസ് ഗോൺ. മാധവൻ, that slimy son of a bitch. വെറുതെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല സുനിലെ. പറയുന്നത് ചെയ്യണം. ഞാൻ അറിഞ്ഞിടത്തോളം സുനിലിന്റെ അപ്പച്ചനോ കൊച്ചപ്പച്ചനോ മാധവനോട് നേരിട്ട് മുട്ടാനുള്ള ആംബിയറില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു ഇൻഡയറക്റ്റ് ഓപ്പറേഷൻ. എങ്ങനെ? ജെയിംസേ, കേറി വാ. ഇവനെ അറിയത്തില്ലേ? ഇത് ടിവിയിലും പത്രത്തിലും ഒക്കെ ഇപ്പോ കുറെ നാളായി ജെയിംസ് ഹെഡ്ലൈൻ. കില്ലർ ജെയിംസ്. അത് തന്നെ. DYSP ദിവാകര സാറിന്റെ പ്രൊട്ടക്ഷനില ജെയിംസ് ഇപ്പോ. ജെയിംസ് നാളെ കളത്തിലിറങ്ങും. എല്ലാം ദിവാകര സാറിന്റെ ഐഡിയ. മാധവന് നമ്മൾ കൊടുക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട്. സരളമായ സ്നേഹലാളനം ഇതാണ് ആകാശവാണിയുടെ അനന്തപുരി വിഭാഗം. വണ്ടി എടുത്തുവാ. ജോസേ, എഴുന്നേക്കടാ. നോ, ഷട്ട് അപ്പ്. വാ.
ജോസേ, ഇവന്റെ വലത് കൈയെടുത്തേക്ക്. അവന്റെ ഇടത് കാലും എടുത്തേക്ക്. അവിടെ നോക്ക്, ആ ബാക്ക് നോക്ക്, അവിടെ നോക്കാം, അവിടെ ഇരിക്കണം. ഇങ്ങോട്ട് പാടി നടക്കണേ അങ്ങോട്ട്. നടക്കണേ അങ്ങോട്ട്. നിന്റെ മുഴുവൻ വാണിഭശാലകളും വെടിപ്പുരകളും അടച്ചുപൂട്ടി കൊച്ചിവിടാൻ കേവലം ഒരു പകൽ. അതിനുള്ളിൽ ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കും. ആളെത്തിയിട്ടുണ്ട് സർ. ഹലോ മാധവൻ. ഹലോ, ഐ എം അരുൺ നമ്പ്യാർ. പ്ലീസ്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമായി. 42 days ടു ബി പ്രിസൈസ്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഏറ്റവും അധികം കേൾക്കുന്ന പേര് മാധവൻ്റേതാണ്. മാധവൻ, ദ മൊണാർക്ക് ഓഫ് ദ സിറ്റി. ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി മെറ്റ്. ഐ എം ഫ്ലാറ്റേർഡ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറച്ചുനാൾ ഞാൻ ഗോവയിലായിരുന്നു.
അതിനു മുമ്പ് മംഗലാപുരത്തും. സ്ട്രോങ് മാഫിയ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ഗോവയും മംഗലാപുരവും. എ കപ്പ് ഓഫ് ടീ? ഐ വുഡന്റ് മൈൻഡ്. കേട്ടോ മാധവൻ, ഈ മാഫിയ ഓപ്പറേഷൻസിനെ കൗണ്ടർ ചെയ്യുന്നത് പലരും കരുതുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓൾ യു നീഡ് ഈസ് ടാക്ട് ആൻഡ് പേഷ്യൻസ്. തന്ത്രവും ക്ഷമയും, അതാണ് വേണ്ടത്. നോ സോറി, നോ മിൽക്ക്. ഐൽ ഹാവ് ബ്ലാക്ക് ടീ. പോലീസ് ഫോഴ്സിന്റെ ഫോർമൽ ആംബിയൻസ് ഒഴിവാക്കി മാധവനെ ഞാൻ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചത് ഒരു തുറന്ന ചർച്ചയ്ക്കാണ്. റാദർ എ നെഗോസിയേഷൻ, ഫേസ് ടു ഫേസ്, മാൻ ടു മാൻ. വളച്ചുകെട്ടൊന്നുമില്ലാതെ നേരെ ചൊവ്വേ പറയാം. ഞാൻ അറിഞ്ഞിടത്തോളം കൊച്ചിയിലെ ഏറ്റവും പ്രബലനായ മാഫിയ ചീഫ്റ്റൺ മാധവനാണ്. എന്റെ ലാപ്ടോപ്പിൽ ഒരു വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയുണ്ട്, മാധവന്റെയും ഗുരു ചന്ദ്രശേഖരന്റെയും ചരിത്രം. കഴിഞ്ഞ 42 ദിവസത്തെ എന്റെ ഹോംവർക്ക്. റിയൽ എസ്റ്റേറ്റ് മാഫിയ, സ്വർണ്ണ വ്യാപാരം, ഗ്യാങ് വാസ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പൊളിറ്റിക്കൽ ഹോഴ്സ് ട്രേഡിംഗ്. എല്ലാറ്റിലും അവസാന വാക്ക് മാധവന്റെ. അത് ലംഘിക്കുന്നവർക്ക് കൊടിയ ശിക്ഷ. യു ആർ എ ഫോർമിഡബിൾ ഫോഴ്സ് ഔട്ട്സൈഡ് ആൻഡ് എബവ് ദ ലോ. കില്ലർ ജെയിംസിന്റെ വലത് കൈയും ഇടത് കാലും വെട്ടിമാറ്റിയതിൽ ഒരു ക്ലിനിക്കൽ മാധവൻ ടച്ചുണ്ട്. അവൻ ഇനി ഒരിക്കലും സ്വന്തം ശരീരത്തിന്റെ ബാലൻസ് വീണ്ടെടുക്കാനാവില്ല. ഈ കാട്ടുനീതിയെ ഒരു സത്പ്രവൃത്തിയായി കണക്കാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം, പക്ഷേ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാനാവില്ല. ലോ പെർമിറ്റ്സ് ഓൺലി ലോഫുൾ തിങ്സ്. എല്ലാം അവസാനിപ്പിച്ച് മാന്യതയും ശാന്തതയുമുള്ള ഒരു ജീവിതത്തിലേക്ക് സെറ്റിൽ ചെയ്യാൻ മാധവൻ എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? സാക്ഷികളുടെയും തെളിവുകളുടെയും അഭാവത്തിൽ മാധവനെതിരെ ചാർജ് ചെയ്യാൻ കഴിയാതെ പോയ കേസുകളൊന്നും ഇനി ഒരിക്കലും റീഓപ്പൺ ചെയ്യില്ല എന്നൊരു ഉറപ്പ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും എനിക്ക് വാങ്ങിത്തരാൻ കഴിയും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു കംപ്ലൈ വിത്ത് ദ ലോ. സോ ഇതാണ് സാറ് പറഞ്ഞ നെഗോസിയേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിങ്ങൾ ഗോവയിലും മംഗലാപുരത്തും വിജയകരമായി പരീക്ഷിച്ച ആന്റി മാഫിയ മാജിക് ഫോർമുല. വെൽ, മൈ റെസ്പോൺസ് ഈസ് an emphatic no. May I know why? Simple. ഏത് നിയമത്തിന് വഴങ്ങി ജീവിക്കാനാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്, ആ നിയമത്തിൽ എനിക്ക് വിശ്വാസമില്ല. നിയമം പരാജിതനായ ദൈവമാണ് മിസ്റ്റർ അരുൺ നമ്പ്യാർ. അതിന്റെ കാവലാളുകളിലേറെയും കൂട്ടിക്കൊടുപ്പുകാർ. എടോ, താനെന്താ പറഞ്ഞ? ഞങ്ങൾ പോലീസുകാർ മിക്കവരും മാമന്മാരാണെന്നോ? ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല മാധവൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്താടോ, നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ കാട്ടുനീതിക്ക് വിധിച്ച കില്ലർ ജെയിംസിനെ പറ്റി. പരോളിനിറങ്ങി 2 കുരുന്നുകളെ കൊന്നൊടുക്കി അവൻ ചേക്കേറിയത് എവിടെയാണെന്നറിയോ മിസ്റ്റർ കമ്മീഷണർക്ക്? ഇയാൾ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുള്ള മാംസവാണിഭത്തിന്റെ അന്തപുരങ്ങളിലാണ് അവൻ അന്തി ഉറങ്ങിയത്. വെറും 11,200 രൂപ ടേക്ക് ഹോം സാലറിയുള്ള ഇയാൾക്ക് കൊച്ചി നഗരത്തിൽ 4 ലക്ഷറി അപ്പാർട്ട്മെന്റ്സ്, 2 പെട്രോൾ ബങ്ക്, 3 പ്രീമിയം കാർസ്, ബ്ലേഡ് മാഫിയയിൽ 5 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ സോഴ്സും എക്കണോമിക്സും അന്വേഷിച്ച ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി ലാപ്ടോപ്പിൽ സൂക്ഷിക്കണം കമ്മീഷണർ. ഗുണം ചെയ്യും. ഇവനെ പോലുള്ളവർ ഉള്ളിടത്തോളം, നിയമം ഒരു സിസ്റ്റം ഫെയിലിയറായി തുടരുവോളം എന്നെ പോലുള്ളവരുണ്ടാവും. പ്രൊവൈഡേഴ്സ് ഓഫ് വൈൽഡ് ജസ്റ്റിസ്. യു ഗോട്ട് ഇറ്റ്? ആൻഡ് നൗ മേ ഐ താങ്ക് യു ഫോർ ദിസ് ചാറ്റ് ആൻഡ് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. മാധവൻ, നിങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടല്ലോ. മൂന്നാറിലെ വൈഡ് ഹൊറൈസൺ മീഡിയ സ്കൂളിൽ PG ഡിപ്ലോമ ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിൽ ഫസ്റ്റ് സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന ദേവിക. 7ാം ക്ലാസ് വരെ ദേവിക പഠിച്ചത് എറണാകുളത്ത്. അത് കഴിഞ്ഞ് ഊട്ടിയിൽ, കോളേജിംഗ് ഇൻ ബാംഗ്ലൂർ. ചേട്ടന്റെ റിയൽ പ്രൊഫഷനെ പറ്റി അനിയത്തിക്ക് ഒന്നും അറിയില്ല. ഷീ തിങ്സ് യു ആർ എ ബിസിനസ് മാൻ. എന്നും സേഫായ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ അവളെ മാറ്റി നിർത്തിയിരുന്നു. ഗുഡ്. ഒരു ബ്ലാക്ക് മെയിലാണ് കമ്മീഷണർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോറി, ഇറ്റ് വോണ്ട് വർക്ക്. പിന്നെ മനസ്സിലുള്ളത് പ്രവർത്തിക്കും മുമ്പ് 100 വട്ടം ആലോചിക്കണം. മുട്ടുന്നത് മാധവനുമായി. ജസ്റ്റ് ഡോണ്ട് ഫൊർഗെറ്റ് ദാറ്റ്. ബൈ. എന്തു പറ്റി ബാജി? ഒന്നുമില്ല. ഞാൻ നാളെ മൂന്നാറിന് പോകുന്നു. 2 ദിവസം കഴിഞ്ഞാൽ മടങ്ങും. ദേവി, പിന്നെ
നീലക്കുറിഞ്ഞി പൂത്തമിഴിയിണയിൽ നിന്റെ മിഴിയഴകിൽ നിന്നും നീലിമാര് കടം വാങ്ങി സ്വപ്നങ്ങൾക്കിന്ന് എഴുതിരിയിട്ടൊരു നിലവിളക്കിന്റെ തെളിച്ചം എന്റെ പുലരികൾക്കാകട്ടെ നറുപുഞ്ചിരിയുടെ ഇളവയിലിന്റെ വെളിച്ചം വരവും പോക്കോ ഏട്ടാ ഇത്. വന്ന സ്ഥിതിക്ക് 1-2 ദിവസം നിന്നൂടെ? ഏട്ടന്റെ കൂടെ ഒരു ഡീപ് ഫോറസ്റ്റ് ട്രെക്കിംഗ് ഇത്ര നാളായിട്ടും എന്റെ ആ ആഗ്രഹം നടത്തി തന്നിട്ടുണ്ടോ? പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് മോളെ. ഏതായാലും അടുത്ത തവണ വരുമ്പോ നീ പറഞ്ഞ ഡീപ് ഫോറസ്റ്റ് ട്രെക്കിംഗ് കൺഫേംഡ്. കൺഫേംഡ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഡിക്ഷണറിയിലെ വാക്കിന്റെ അർത്ഥം മാറി. അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. ഒന്ന് പോയേട്ടാ. ഇതെല്ലാ തവണയും പറയുന്നത് പോലെയല്ല. ഐ പ്രോമിസ് നെക്സ്റ്റ് ടൈം. ഓക്കെ? ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഫൈനൽ സെമസ്റ്റർ ആണ്. ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. വെറുതെ കറങ്ങിയടിച്ച് സമയം കളയരുത്. ഏയ്, ഞാൻ പുറത്തിറങ്ങാറേയില്ല. ഹോസ്റ്റൽ ടു ക്ലാസ് റൂം, ക്ലാസ് റൂം ടു ഹോസ്റ്റൽ. എ റിയൽ ഗുഡി ബേബ്. Another thing,
ദിസ് ഈസ് എ വെരി ഹോട്ട് ടൂറിസ്റ്റ് സ്പോട്ട്. പലയിടത്തു നിന്നുമായി വരുന്ന പലതരം ആളുകൾ. ആരാ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. സോ പരിചയമില്ലാത്തവരുമായി മിക്സ് ചെയ്യണ്ട. നോ കാഷ്വൽ ഇൻട്രാക്ഷൻസ്. ഇതെന്താ ഇത്? ഏട്ടൻ ഇവിടെ വന്നപ്പോ മുതല് ഒരു ടെൻഷനും എന്നെ കോഷൻ ചെയ്യില്ലും. സംതിങ് റോങ്? നോ നോ, നത്തിങ് റോങ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഗോ റോങ്. ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കാൻ എനിക്ക് വേറെ ആരാ അടിയുള്ളത്? സോ ടേക്ക് കെയർ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അപ്പം അറിയിക്കണം. ഓക്കെ, ഡോണ്ട് വറി. പിന്നെ അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? 1.5 minute വീഡിയോ ഓൺ കൊച്ചി. എന്റെ അസൈൻമെന്റാ. കൊച്ചിയുടെ ചരിത്രം മുഴുവൻ അരച്ചു കുടിച്ച ലിവിംഗ് എൻസൈക്ലോപീഡിയ ദ ഗ്രേറ്റ് ശേഖരേട്ടനുമായി ഒരു മുഖാമുഖത്തിന്. ഐ എം കമ്മിങ് ഡൗൺ. മൂപ്പിൾസിനോട് പറ ഒരുങ്ങിയിരുന്നോളെ. മൂപ്പിൾസാ? ഓടി അവിടുന്ന്. ഹി ഈസ് സ്റ്റിൽ ഫയറിംഗ് ഓൺ ഓൾ സിലിണ്ടേഴ്സ്. ബൈ ബൈ. വാ വാ. എത്ര നേരവും ഞാൻ വെയിറ്റ് ചെയ്യണു. അതെങ്ങനെയാ? ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും പാർട്ടിങ് സീനൊന്നും തീരണ്ടേ? അയ്യോ സോറി. ലെറ്റ്സ് ഗോ. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. എന്നെ ബ്രദറിനിലേക്കൊന്ന് പരിചയപ്പെടുത്താമായിരുന്നു. വണ്ടി വിടടാ. ഈ 2 ദിവസം ഞാൻ മാറി എന്ന് നോക്കി കാണുമായിരുന്നു. നീയും നിന്റെ ബ്രദറും തമ്മിലുള്ള സ്നേഹം, ക്ലോസ്നെസ്, വാംത്. പറയുമ്പോൾ എനിക്കുണ്ടൊരു ചേട്ടൻ. പക്ഷെ വലിയ ഫ്രീഡം എടുക്കാൻ പറ്റാത്ത ഒരു അകലമുണ്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും. ഒന്ന് ചിരിച്ചാലോ കളി പറഞ്ഞാലോ ഗൗരവം ചോർന്നു പോകുന്ന പുള്ളിക്കാരൻ്റെ പേടി. അതെന്താന്നോ, ചേട്ടനറിയാം ഫ്രീഡം കൊടുക്കാൻ പറ്റിയ അനല്ല ഇതെന്ന്. ഗിവ് ആൻ ഇഞ്ച് യു വിൽ ടേക്ക് എ മൈൽ. പോടി. എന്നെ ശരിക്കും അതിശയിപ്പിക്കുന്നത് എന്താണെന്നറിയോ നിനക്ക്? നീ നിന്റെ ചേട്ടൻ്റെ അഡോപ്റ്റഡ് സിസ്റ്റർ ആണെന്നുള്ള ഫാക്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ റിയൽ ബ്രദറും സിസ്റ്ററും അല്ലാന്ന്. വരുൺ, ബൈക്ക് നിർത്ത്. എന്തുപറ്റി? നിർത്ത്. ദേവി 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 ഞാൻ വേണ്ട. എൻ്റെ ജീവിതത്തിൽ താൻ അറിയാതെ ഒന്നും ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാ ഞാൻ തന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. കൊച്ചിയുടെ ഏതോ ഒരു സ്ട്രീറ്റിൽ ആരോ ഉപേക്ഷിച്ചു പോയ എന്നെ, എൻ്റെ ഏട്ടന് കിട്ടിയ കഥ മറ്റാരും പറഞ്ഞ് താൻ കേൾക്കാനിടയാവരുതെന്ന് ഞാൻ കരുതി. ബട്ട് എൻ്റെ ചേട്ടൻ എൻ്റെ സ്വന്തമല്ലെന്ന് ഇനി ഒരിക്കൽ കൂടി താൻ പറഞ്ഞാൽ അപ്പൊ തീരും നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആ ദേവി, താനിത് ഇത്രയ്ക്ക് സീരിയസ് ആക്കണ്ട. ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞത്. ആയിരിക്കാം, പക്ഷെ വേണ്ട. ഓ സോറി, ഐ എം റിയലി സോറി. സോറി. ആ ഓക്കെ, വിളിച്ചോളാം. വിളിച്ചോളാന്നേ. ചായ സംഗതികൾ ആകെ കൊഴിഞ്ഞിരിക്കുക. ആ കില്ലർ ജെയിംസിനെയും റാണിയെയും മാധവൻ പുകച്ചതോടെ നമ്മുടെ സെറ്റപ്പ് ആകെ വരണ്ടിരിക്കുക. അവനോടൊരു കൗണ്ടറിന് നമ്മുടെ പിള്ളേർക്ക് ധൈര്യം പോരാ. തൽക്കാലം ഒന്ന് പമ്മുന്നതാ ബുദ്ധി. ആ കമ്മീഷണർ നിലപാടെന്നാ? അയാൾ അവനിട്ട് വല്ലോ ഒലത്തു? ഒരു പിടിയില്ല. പ്ലാനിംഗ് ഒന്നും ഡിപ്പാർട്ട്മെന്റിലെ മറ്റാൾക്കാരുമായി ഷെയർ ചെയ്യുന്ന ടൈപ്പല്ല അയാൾ, അല്ലേടോ? അതെ, അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ടോപ്പ് സീക്രട്ടാ. പക്ഷേ ഈ മാധവനെതിരെ കാര്യമായ ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്, അതുറപ്പാ. ഇനി എന്ത് പുല്ല് നടന്നാലും താൻ അതിലൊന്നും ഉണ്ടാവത്തില്ല. കമ്മീഷണറുടെ മുമ്പിൽ വെച്ച് തന്നെ പൊളിച്ചടിക്കതല്ലേ അവൻ, ആ മാധവൻ. എല്ലാവരും കൂടി ഇത്രയ്ക്ക് തലപുകയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡയറക്റ്റ് അറ്റാക്കിലൂടെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്യണം. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ നോക്കിക്കൊള്ളാം. മിണ്ടരുത് ഊളെ. നീയും ഇയാളും ആ കൂത്തിച്ച് റാണിയും കൂടെ അവനിട്ട് പണിയാൻ പോയതാ നമ്മൾ ഇത്രയ്ക്ക് വീക്കാവാൻ കാരണം. തൽക്കാലം ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റുകയില്ല ചായ. എന്തെങ്കിലും ചെയ്തേ തീരൂ. ദേ നോക്കിയേ, MG റോഡിൽ നമ്മുടെ ജ്വല്ലറിക്ക് തൊട്ടപ്പുറത്തുള്ള ഈ 45 സെന്റ് സ്ഥലത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും മറന്നോ? കഴിഞ്ഞ 25 വർഷമായി കേസ് കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ അവകാശ തർക്കത്തിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും കോടതിക്ക് പുറത്തുള്ളൊരു സെറ്റിൽമെന്റിന് തയ്യാറാണ്. എത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇടഞ്ഞു നിൽക്കുന്ന സുലൈമാൻ വഴങ്ങത്തില്ല. ചോയി പണം കൊണ്ട് കാര്യം നടക്കില്ല എന്ന് വന്നപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് നമ്മുടെ പിള്ളേരെ അയച്ചു. സുലൈമാൻ സാഹിബ് നേരെ ചെന്ന് മാധവൻ്റെ കാലി വീണു. സുലൈമാൻ്റെ വാപ്പ അബ്ദുൾ റഹ്മാൻ ആജിക്ക് ശേഖരേട്ടനുമായി പഴയൊരു കണക്ഷനുണ്ട്. ചുരുക്കം പറഞ്ഞ സാഹിബ് ഇപ്പോൾ മാധവൻ്റെ പ്രൊട്ടക്ഷനിലാണ്. അങ്ങനെ പറഞ്ഞത് വിട്ടുകളയാൻ ഒക്കില്ല. ഈ പ്ലോട്ട് കിട്ടിയാൽ നമ്മുടെ ജ്വല്ലറിക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കാം. ഒരു എക്സ്ക്ലൂസീവ് ഡയമണ്ട് ഷോറൂം. MG റോഡിൽ ഇപ്പോൾ ഏത് സ്ഥലം വാങ്ങുന്നതും ജ്വല്ലറിക്കാരാ. വൈ? ഹവാല മണി പമ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ബിസിനസ്സാണ്. സോ ഈ പ്ലോട്ട് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ബിസിനസ്സിന് അത് വലിയൊരു ബൂമായിരിക്കും. ഞാൻ അന്വേഷിച്ചറിഞ്ഞത് 2 ആഴ്ചക്കകം സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുന്ന സുലൈമാൻ അനുകൂലമായ വിധി. അപ്പൊ പിന്നെ നമുക്ക് ആ സ്ഥലം കിട്ടുന്ന പ്രശ്നമേ ഇല്ല, അല്ലേ? അങ്ങനെ സംഭവിക്കരുത്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാവരും ഒന്ന് പുറത്തോട്ടിറങ്ങിക്കേ.
എനിക്ക് തോമസിനോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. ഹലോ സർ, വെൽക്കം. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. യു ആർ മിസ്റ്റർ അജയ്. മിസ്റ്റർ അജയ്, ഞാൻ അറിയാം സർ, ടൗൺ പ്ലാനിംഗ് ഓഫീസർ. ഞങ്ങളുടെ എല്ലാ പ്രോജക്ട്സും ക്ലീൻ ആണ് സർ. സാറിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഞാൻ വെരിഫിക്കേഷൻ ഒന്നും വന്നതല്ല. എനിക്കറിയാം എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ചുരുക്കം ചില ബിൽഡേഴ്സിലൊന്നാണ് നിങ്ങളുടെ കമ്പനി എന്ന്. താങ്ക് യു സർ. മുംബൈയിലെ ഏറ്റവും റെപ്യൂട്ടഡായ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിലൊന്ന്. ഞാൻ വന്നത് നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനാണ്. ഓ, ഇറ്റ്സ് എൻ ഓണർ സർ. സാറിന് ഞാൻ ഞങ്ങളുടെ പുതിയ പ്രോജക്ട്സിന്റെ ബ്രോഷർ തരാം. നോ നീഡ്, അതെല്ലാം നേരത്തെ കിട്ടി. വാങ്ങിക്കേണ്ട ഫ്ലാറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മരടിലുള്ള നിങ്ങളുടെ എക്കോണമി ഫ്ലാറ്റ്സ്, അതിൽ 1150 സ്ക്വയർ ഫീറ്റിന്റെ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റാണ് എനിക്ക് വേണ്ടത്. ഓക്കെ സർ. ഇറ്റ് കോസ്റ്റ് 13,60,000. ഓ ഷുവർ സർ, ആൻഡ് ഐ ക്യാൻ ഓഫർ യു സം ഡിസ്കൗണ്ട് ഓൾസോ. വേണ്ട, ഈ പ്രൈസ് കാണിച്ച് ഞാൻ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽസും. എഗ്രിമെന്റ് റെഡിയാക്കിയിട്ട് എന്നെ വിളിച്ചാൽ. Certainly, sir. ഓക്കെ, താങ്ക് യു. ശേഖരേട്ടാ, അടുത്ത ആഴ്ച വിധി വരും. വക്കീല് പറയുന്നത് ഉറപ്പായിട്ടും ജയിക്കുമെന്നാ. അത് കേൾക്കുമ്പോഴാ കൂടുതൽ ആദി. അതെന്താ സുലൈമാനെ അങ്ങനെ? 25 വർഷം കേസ് നടത്തി ജയിക്കുമെന്ന് ഉറപ്പാവുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ കോട്ടൂരാന്മാര് എന്നെ വെറുതെ വിടില്ല ശേഖരേട്ടാ. കേസ് ജയിച്ചാലും ആ വസ്തു കൈവശം വെച്ച് അനുഭവിക്കാൻ എന്നെ സമ്മതിക്കില്ലെന്നാ അവന്മാർ പറഞ്ഞിരിക്കുന്നേ. ശേഖരേട്ടൻ അറിയാമല്ലോ, എൻ്റെ വാപ്പയായിട്ട് തന്ന മുതലാ. ആവശ്യത്തിലധികം സ്വത്ത് കൈപ്പറ്റിയ പെങ്ങന്മാരും അളിയന്മാരും ഈ സ്വത്തിൻ്റെ മുകളിൽ അവകാശം പറഞ്ഞപ്പം മുതൽ ഞാൻ കഷ്ടത്തിലാണ്. ഉള്ളത് മുഴുവൻ വിറ്റുപറക്കിയ ഇതുവരെ കേസ് നടത്തിയത്. വസ്തു കൈവശം വന്ന വാപ്പയുടെ പേരിൽ അവിടെ ഒരു ബിസിനസ്. ആ പ്രതീക്ഷയിലാണ് ഞാനും കുടുംബവും ജീവിക്കുന്നത്. തൻ്റെ ബാപ്പയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. എൻ്റെ കട ഞാൻ വീട്ടും. മാധവ, സുലൈമാൻ സാഹിബ് സമാധാനമായിട്ട് പൊയ്ക്കോളൂ. കേസ് ജയിച്ച ആ സ്ഥലത്ത് നമ്മളൊരു കമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിയും. അതിന് മുതലിറക്കുക ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരിക്കും. ഞാൻ വാക്ക് തരുന്നു. പടച്ചോൻ കാക്കട്ടെ. ഞാൻ മരുന്ന് വാങ്ങുമ്പോഴേക്ക് നീ ഫ്രാൻസിസിന്റെ പമ്പിൽ പോയി ഡീസൽ അടിച്ചിട്ട് വാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പതിവുള്ളത്. മുതലാളിയുടെ ഇവിടുന്ന് പോയില്ലോ. മാധവേട്ടാ, മുതലാളിയെ കാണുന്നില്ല. എപ്പോ? ജോസെ, സുലൈമാൻ സാഹിബിനെ കാണാനില്ല. സിറ്റി മുഴുവൻ വൈപ്പ് ചെയ്യണം. സുലൈമാൻ സാഹിബ് മിസ്സിംഗാ. നിന്റെ ഏരിയ ഒന്നും തപ്പ്. ഇതാണ് ഡോക്യുമെന്റ്സ്. ഞങ്ങളെ മെനക്കെടുത്ത ഇതങ്ങ് ഒപ്പിട് സുലൈമാൻ സാഹിബേ. വെറുതെ അല്ലല്ലോ, നാളെ രാവിലെ 1 കോടി രൂപ വീട്ടിൽ കിട്ടും. ബാക്കി ടേംസ് നമുക്ക് പറഞ്ഞുറപ്പിക്കാം. ഒന്ന് അനുസരിക്കേണ്ട സാഹിബ്. എനിക്ക് മനസ്സില്ലടോ. സുലൈമാനെ, വെറുതെ എന്നെ കൊണ്ടൊരു പാപം ചെയ്യിക്കരുത്. ഒരു കുഞ്ഞു പോലും അറിയാതെ തന്നെ ഇവിടെ റാഞ്ചി കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകാതെ ഇവിടെ ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? വേഗം ഒപ്പിട്. അത് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേര് തന്നെ വീട്ടിൽ കൊണ്ടാക്കും. ഇല്ല, ചത്താലും ഞാൻ ഇതിൽ ഒപ്പുവെക്കില്ല. എൻ്റെ ബാപ്പ ഇരിക്കുന്ന മുതലാ. ആർക്കും ഞാനത് വിട്ടുകൊടുക്കില്ല. എന്നാ പിന്നെ ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? കൊല്ലടാ, കൊല്ല്. ആണാണെങ്കിൽ കൊല്ല. എന്റെ നേരെ കാഞ്ചി വലിക്കാൻ നിന്റെ കൈവിറയ്ക്കും. എനിക്ക് സംരക്ഷണം തരുന്നത് മാധവനാ. മാധവൻ കാക്കുന്ന എന്നെ കൊല്ലാൻ നീ വേറെ തന്തയ്ക്ക് ജനിക്കണം ജോസഫേ. എന്നെ കൊല്ലടാ, വയ്ക്കടാ വെടി. എടാ, ആണാണെങ്കിൽ കാഞ്ചി വലിക്കടാ.
Die, you son of a bitch. Die, you son of a bitch. നിനക്കൊന്നും ഇത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? എന്തിനും ഏതിനും എനിക്കൊരാളുടെ അഭിപ്രായം അറിയാനുണ്ടെന്ന് ഞാൻ പറയുമ്പോ നീയൊക്കെ വിചാരിച്ചു മന്ത്രി രഘുരാമനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന്. പക്ഷേ അല്ല, ഇതാണ് എന്നെ നിയന്ത്രിക്കുന്ന സുപ്രീം പവർ. എന്റെ കൂടെ പിറന്ന ഇവനിൽ നിന്ന് പോലും ഇന്നലെ വരെ ഞാൻ മറച്ചു പിടിച്ച ഡെഡ്ലി ട്രൂത്ത്. പക്ഷേ ഇയാള് ശേഖരേട്ടന്റെ യെസ്, ഐ എം ഹിസ് സൺ-ഇൻ-ലോ. അന്യനായ ഒരുവനേക്കാൾ എപ്പോഴും പ്രഹരശേഷി കൂടും സ്വന്തം കുടുംബത്തിനുള്ളിലെ ശത്രുവിന്. അതൊരു പഴയ നിയമം. പിന്നെ എന്നെ അഡ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ബഹുമാനമാവാം. ശരത് ഭായ്. ആ വിളിയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാഫിയ ഫ്ലേവർ ഉണ്ട്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. കോൾ മീ ശരത് ഭായ്. യെസ്, ശരത് ഭായ്. ഗുഡ്. വർഷങ്ങളായി കരുതലോടെ ഞാൻ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഇന്നലെ എന്നെ വന്ന് കണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, കൊച്ചിയുടെ രാപ്പകലുകളുടെ കടിഞ്ഞാൺ ഇനി എന്റെ കൈപ്പിടിയിലായിരിക്കുമെന്ന്. ഡു യു റിമെമ്പർ? ഓർമ്മയില്ലേ? ഇനി കാത്തിരിക്കാൻ വയ്യ. ശരത് ഭായ് പറഞ്ഞത് പ്രകാരം ഞാൻ ഇവനോടെല്ലാം പറഞ്ഞു. ഇവനോട് മാത്രം. ഇച്ചായം പറഞ്ഞത് കേട്ടപ്പോഴുണ്ടായ ഞെട്ടൽ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോട്ടൂരാൻ ഗ്രൂപ്പ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയയായി മാറിയ മായാജാലത്തിന് പിന്നിലെ തിങ്ക് ടാങ്ക്, അഴിമതി എന്ന് കേട്ടാൽ ഹാലിളകുന്ന ആദർശധീരനായ ഈ ടൗൺ പ്ലാനിംഗ് ഓഫീസറാണെന്ന് പറഞ്ഞാൽ അതൊരു കെട്ടുകഥയായി ആർക്കും തോന്നും. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. നിങ്ങളോട് രണ്ടാളോട് ഞാനിവിടെ വരാൻ പറഞ്ഞത് ഒരു പ്രധാന തീരുമാനം അറിയിക്കാനാണ്. കഴിഞ്ഞ 10 വർഷം കളത്തിന് വെളിയിൽ അരങ്ങിന് പുറകിലിരുന്നാണ് ഞാൻ കരിക്കൽ നീക്കിയത്. ഈ കാലം മുഴുവനും ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്തും വിലപേശി വാങ്ങാനുള്ള ഇന്ധനശേഷി സംഭരിക്കുകയായിരുന്നു ഞാൻ. നൗ ദ സ്റ്റേജ് ഇസ് സെറ്റ്. ഇനി വരുന്നത് ശരത്ചന്ദ്രന്റെ കാലം. ഞാൻ ഇന്ന് പോയി കണ്ട മുംബൈയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വരെ ഇനി എനിക്ക് കപ്പം തരേണ്ടി വരും ഈ കൊച്ചിയിൽ പിടിച്ചു നിൽക്കാൻ. ഇത്രയും നാളും കഞ്ഞിപ്പശയിട്ട് വെടിപ്പാക്കി കൊണ്ടു നടന്ന ഈ സാത്വിക വേഷമഴിച്ചു വെച്ച് ഞാൻ രംഗത്ത് വരുന്നു, മാധവനുമായി നേർക്കുനേരെ നിന്ന് കളിക്കാൻ. അവന്റെ ഒടുക്കത്തെ കളി. മാധവൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാക്കുന്ന സുലൈമാനെ വെച്ച് നമുക്ക് കളി തുടങ്ങാം. അയാളെ അങ്ങ് പൊക്ക്. നാളെ MG റോഡിലെ തർക്കത്തിൽ കിടക്കുന്ന അയാളുടെ 45 സെന്റ് സ്ഥലം. ഐ ജസ്റ്റ് ലവ് ടു ഹാവ് ഇറ്റ്. Fantastic! Fantastic! വീണു, ശേഖരൻ വീണു. Finished. മാധവൻ is finished. കൊച്ചിയുടെ പുതിയ രാജകുമാരനോട് വിനീത വിധേയനായി മന്ത്രിക്ക് ഒരു അപേക്ഷയുണ്ട്. കൈവിട്ടുപോയ കാക്കനാട് സാറ്റലൈറ്റ് സിറ്റി പ്രോജക്റ്റ് അല്ലേ? ഇറ്റ് വാസ് മൈ ഡ്രീം. CM-നെ അനുനയിപ്പിക്കാനുള്ള പേപ്പർ വർക്കുകളും ലോബിയും തുടങ്ങിക്കോളൂ. ദ പ്രോജക്ട് വിൽ ഹാപ്പൻ. കോട്ടൂരാൻ ഗ്രൂപ്പുമായി കരാറൊപ്പിടാൻ ഒരു മലേഷ്യൻ ബേസ്ഡ് കമ്പനി വരും ഉടൻ. ചീഫ് പ്രൊമോട്ടർ സ്ഥാനത്ത് എന്റെ പേരെഴുതി ചേർക്കുന്നതിൽ രഘുറാംജിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നോ, ഇറ്റ്സ് മൈ പ്ലഷർ ആൻഡ് പ്രിവിലേജ് ടു ഹാവ് ഇറ്റ്. ഐ ആം ഗ്രേറ്റ്ഫുൾ. നമസ്കാരം. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ തനിക്ക്? എല്ലാം വിട്ടൊഴിഞ്ഞ് സ്വസ്ഥനാവാൻ. അത് കേട്ടപ്പോൾ തനിക്ക് പുച്ഛം. നിയമം തോൽക്കുന്നിടത്തെല്ലാം മാധവന്റെ പരിരക്ഷ. ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിൽ നിന്നും സുലൈമാൻ സാഹിബിന്റെ ബോഡി കണ്ടെടുക്കുമ്പോൾ അയാളുടെ തലച്ചോറിനുള്ളിൽ 3 ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നു.
I won't let this bloodshed go on. Take my word for this. പ്രതിജ്ഞ എടുക്കലും മേനി പറച്ചിലും കൂടുതൽ വേണ്ട. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു കാണിക്കേ. പിന്നെ മാധവൻ കാത്ത ഒരു പാവം മനുഷ്യന്റെ ജീവൻ എടുത്തവൻ കൊച്ചിയിലുണ്ടെങ്കിൽ അവൻ ഈ രാവ് തികക്കില്ല. റെയിൽവേ ട്രാക്കിൽ രക്തം നിറയെ ബുള്ളറ്റുകളുള്ള ഒരു ശവം കൂടി വീഴും. വാച്ച് ഔട്ട്. കിട്ടിയോടാ? ആരാടാ സാഹിബിനെ കൊന്നത്? ശരത്ചന്ദ്രൻ. ദേ, ഈ ഗ്ലൂമി മൂഡിനി മതിയാക്ക്. എനിക്ക് നാളെ രാവിലെ തിരിച്ചു പോകേണ്ടതാ. അതിനു മുൻപ് എനിക്ക് എന്റെ അസൈൻമെന്റ് തീർക്കണം. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് വളരെ അടുപ്പവും കടപ്പാടുമുള്ള ഒരാളാ ഇന്നലെ രാത്രി വളരെ ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ടത്. രാവിലെ അയാളുടെ വീട്ടിൽ പോയി. ബോഡി കണ്ടത് മുതൽ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. എക്സാക്ട്ലി, ദാറ്റ്സ് മൈ ടേക്ക് ഓഫ് പോയിന്റ്. അങ്കിൾ, കൊച്ചിയെക്കുറിച്ചുള്ള എന്റെ വീഡിയോ ഈ കൊലപാതകത്തിൽ നിന്ന് തുടങ്ങും. മീഡിയ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന കൊച്ചിക്ക് ഒരൊറ്റ മുഖമേ ഉള്ളൂ, വികസനത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും കൊച്ചി. IT ഇൻഡസ്ട്രിയുടെ മാത്രമല്ല, ഹൈ ക്രൈംസിന്റെയും ഹബ്ബാണ് ഇപ്പൊ കൊച്ചി. ലൈക്ക് മുംബൈ, ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രൈസ് ടാഗ് ഉണ്ട്. വില പറഞ്ഞുറപ്പിച്ചാൽ ആർക്കും ആരെയും കൊല്ലാം. കൊച്ചിയുടെ പാസ്റ്റ് ഏറ്റവും നന്നായി അറിയാവുന്ന അങ്കിളിന് ഇവിടുത്തെ മാഫിയ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒന്നും അറിയില്ലേ? ഒരു 3 മിനിറ്റ് അങ്കിളിന്റെ ഇൻ ക്യാമറ എക്സ്പോസിഷൻ, പിന്നെ ഇന്നത്തെ കൊലപാതക വാർത്തയുടെ ചില പേപ്പർ കട്ടിങ്സും കൂടി എഡിറ്റ് ചെയ്ത് ചേർത്താ എന്റെ അസൈൻമെന്റ് റെഡി. ഷാൽ വി ബിഗിൻ ദ ഷൂട്ട്? നോക്കൂ ദേവി, നീ അച്ഛനെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. ലീവ് ഹിം അലോൺ. നീ പറഞ്ഞില്ലേ നിനക്കെന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന്? നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് വരാം. നോട്ട് എ ബാഡ് ഐഡിയ. സർവ്വചെലവ് ഏറ്റോണം. ഏറ്റു. എന്റെ ബെസ്റ്റ് ക്ലോത്ത്സ് മുഴുവനും ശാരദ ചേച്ചിയുടെ സെലക്ഷനാ. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും. പിന്നെ ഞങ്ങളൊന്ന് കറങ്ങി അടിച്ച് വരുമ്പോഴേക്കും പ്ലസന്റ് ആയിക്കോണം. ചുമ്മാ ബ്ലുമ്മെന്നിരിക്കരുത്. മോൾക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോ. ശാരദയുടെ കയ്യിലുള്ളത് തികയാതെ വരണ്ട. ഓ, താങ്ക് യു. പോവാം ശാരദേച്ചി. സീ മിസ്റ്റർ മാധവൻ, ഐ ആം റിച്ച്. ഞാനും ശാരദേച്ചിയും ഒരു ഷോപ്പിംഗ് സ്പ്രീക്ക് പോകുന്നു. സീ യു ലേറ്റർ. നോ, ഡോണ്ട് ഗോ. ശരേട്ടാ, നമുക്കൊന്ന് പുറത്തേക്ക് പോകണം. ആളെ കിട്ടിയോ? കിട്ടി. ശാരദ, ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പോയാൽ മതി. മോനെ സ്കൂളിൽ നിന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പറയുന്നത് കേട്ടാ മതി. എന്താ ശാരദേച്ചി ഇത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല മോളെ. ശേഖരേട്ടാ, കരുതലോടെ. മുമ്പ് ഒരുപാട് തവണ മനസ്സിലിട്ട് ഓടിച്ചു നോക്കിയിട്ടുള്ള രംഗമാണിത്. ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ലാത്ത മാധവനുമായി ദ ഗ്രേറ്റ് ശേഖർജിയുടെ സമക്ഷത്ത് വെച്ചൊരു മുഖാമുഖം. സങ്കൽപ്പിച്ചു വെച്ചതൊക്കെ തെറ്റ്. അടിയറവിന് 2 ചുവടപ്പുറം പതറി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഈ തരിപ്പുണ്ടല്ലോ, ഈ ത്രിൽ, ഈ ഹീറ്റ്, ഇറ്റ് ഈസ് ടു ഇന്റൻസ് ടു ബി റിയൽ. നായിന്റെ മോനെ, ഇത്രയും നാൾ നീ കൂടെ ജീവിച്ചു വഞ്ചിച്ചത് എന്നെയോ ഇവനെയോ അല്ല, എന്റെ മോളെയാ. നിനക്ക് മാപ്പില്ല. പൊറുക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ശേഖരന്റെയും മാധവന്റെയും കാലം കഴിഞ്ഞു. ഇനി എന്റെ കളിയാണ്. നല്ല കാഴ്ചക്കാരായി ഗാലറിയിലിരിക്കാം. സിറ്റ് ടൈറ്റ് ആൻഡ് എൻജോയ് ദ ഗെയിം. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത്രനാളും ലോകത്തൊരു ഭർത്താവും വഞ്ചിക്കാത്തതുപോലെ നിങ്ങളുടെ മകളെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു.
നിഗൂഢമായ ഒരാനന്ദത്തോടെ. ഒരു വിവാഹ ചടങ്ങിനിടയിൽ കണ്ട നിങ്ങളുടെ മകളെ മോഹിച്ച് പെണ്ണ് ചോദിച്ച് വീട്ടിൽ കയറി വന്ന എന്നെ നിങ്ങൾക്ക് വല്ലാതെ ബോധിച്ചു. സ്വന്തം ബന്ധങ്ങളില്ലാത്തവൻ, സെമിനാറുടെ പിന്നാമ്പുറങ്ങളിൽ വിടുവേല ചെയ്ത് സ്വന്തമായി പഠിച്ചു വളർന്നൊരു നിലയിലെത്തിയവൻ, കഴിഞ്ഞുകൂടാൻ സർക്കാർ ജോലി, മോഹിച്ചത് ശേഖരന്റെ മകളെയാണെന്നറിഞ്ഞിട്ടും വീട്ടിൽ കയറി പെണ്ണ് ചോദിച്ച് ചങ്കൂറ്റം. നിങ്ങൾ രണ്ടാളും ഏറെയൊന്നും ആലോചിച്ചില്ല. ശാരദയുടെ വലത് കൈയെടുത്ത് ഈ കൈയിലേക്ക് വെച്ചു തന്നു. വാട്ട് എ ഫേറ്റൽ ബ്ലഡി മിസ്റ്റേക്ക്! അറിഞ്ഞു വെച്ചോ, അന്നുമില്ല മോഹം, ഇന്നുമില്ല മോഹം എനിക്ക് നിങ്ങളുടെ മകളോട്. എന്നെ മോഹിപ്പിച്ചത്, വല്ലാതെ ഭ്രമിപ്പിച്ചത് ഒന്ന് മാത്രമാണ്: നിങ്ങളുടെ മാഫിയ പവർ, അതിന്റെ ഗ്ലോറി, അതിന്റെ റീച്ച്. മുണ്ടു മുറുക്കിക്കെട്ടിയ കൗമാരം മുതൽ ഞാൻ സ്വപ്നം കണ്ടതാണ് ഈ മഹാനഗരത്തെ വിരൽത്തുമ്പിൽ നിർത്തുന്ന ഒരു ദിവസം, അതിലേക്ക് തുറക്കുന്ന ഒരു മാജിക് ഡോർ. അതായിരുന്നു എനിക്ക് ശാരദ. പക്ഷെ എനിക്ക് തെറ്റി. എനിക്കും നിങ്ങൾക്കുമിടയിൽ എപ്പോഴും ഒരാളുണ്ടായിരുന്നു. ഇവൻ മാധവൻ. ശക്തിയും ബുദ്ധിയും അധികാരവും ഇവന്റെ കയ്യിലാണ്. യു ആർ ജസ്റ്റ് എ നെയിം. സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾക്ക് കൈമാറി സായുജ്യമടയുന്ന മാധവന്റെ ഉദാരതയ്ക്ക് മുന്നിൽ ഞാൻ മോഹങ്ങളടക്കി നിശബ്ദനായി. ആദർശത്തിന്റെയും സത്യസന്ധതയുടെയും പരിവേഷമണിഞ്ഞ് നിങ്ങളുടെ ലോകത്തുനിന്ന് ഞാൻ മാറി നിന്ന് കരുക്കൾ നീക്കി. നിങ്ങളുടെ ശത്രു ജോസഫ് കോട്ടൂരാനുമായി ഞാൻ സന്ധി ചെയ്തു. അയാൾക്ക് തന്ത്രങ്ങൾ ഉപദേശിച്ചും ബിസിനസ്സിൽ പങ്കുപറ്റിയും ഞാൻ വളർന്നു, ശക്തനായി. ഐ ഹാവ് എമേർജ്ഡ് ഇൻടു ദി ഡേലൈറ്റ്. പണം കൊണ്ടും അധികാരം കൊണ്ടും ഇപ്പോൾ ഞാനാണ് പ്രബലൻ. എനിക്കെതിരെ തൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല. As I told you before, take a walk to the gallery and watch the game. ഒറ്റുന്നവന് മറുപടി ലോഹം കൊണ്ട്. അതാണ് എന്റെ പ്രമാണം. അരുത് ശേഖരേട്ട. ഇവിടെ നീ എന്റെ കണക്കുകൾ തെറ്റിച്ചു. എല്ലാ സത്യവും അറിഞ്ഞിട്ട് ഒരു കൂടിക്കാഴ്ചക്കായി നീ എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ മനസ്സിൽ കണ്ടത് നീ എനിക്കെതിരെ ആയുധമെടുക്കുമെന്നും ഇയാളെ തടയുമെന്നുമാണ്. റോങ്. ഐ ആം ടോട്ടലി റോങ്. തനിക്കറിയില്ലെങ്കിലും ഇവനറിയാം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. എന്തിലും വലുതാണ് രക്തബന്ധം. ഈ തോക്കിൻ കുഴലിനും എനിക്കുമിടയിൽ തന്റെ മകളുണ്ട്. അവൾക്ക് ജനിച്ച എന്റെ മകനുണ്ട്. മറക്കരുത്. കോപ്പേ, കുറെ നേരമായല്ലോ നീ കിടന്ന് ഷോ കാണിക്കുന്നു. നീ എന്നെ ഒന്ന് ഞെട്ടിച്ചു, അത് നേരെ. നിന്റെ ചതി അറിഞ്ഞപ്പോ നിന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് ഒന്ന് അളക്കാന്. നീ ഏതറ്റം വരെ പോകുമെന്നറിയാം. പക്ഷെ നീ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. എനിക്ക് നീ ഒരു എരയല്ല, ചേർന്ന തണ്ടിയല്ല. എന്റെ നേർക്ക് നേരെ നിൽക്കില്ല നീ. നിന്റെ ഉള്ള് നീ എനിക്ക് ഭംഗിയായി വെളിപ്പെടുത്തി തന്നു. നിന്റെ ചീട്ടുകൾ മുഴുവനും ഇപ്പൊ മേശപ്പുറത്തുണ്ട്. പക്ഷെ നിനക്ക് എന്റെ കൈ അറിയില്ല, ലക്ഷ്യങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. Tell me, now who is the winner? I have emerged into daylight. നിന്നെ പോലുള്ള ഒരു പരമയരപ്പാളി വെളിച്ചത്തിലേക്ക് ഇറങ്ങി നിന്നാൽ കെട്ടുപോകുന്നതല്ല മാധവന്റെ വീറ്. നീ പറഞ്ഞല്ലോ നീ കളി തുടങ്ങാൻ പോവുകയാണെന്ന്. നീ കളിക്ക്, ഞാൻ കരയിലിരുന്ന് കളി കാണാം. പക്ഷെ കളി മടുക്കുമ്പോ ഞാൻ കളത്തിലേക്ക് ഇറങ്ങും. And I'll blow the final whistle. That will be sudden death. ഹലോ, ആ പറ. നോയിക്കോളാം. എന്റെ വാക്ക് ധിക്കരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നുവല്ലേ? വേറെ വഴിയില്ലായിരുന്നു. മാധവേട്ടൻ പറഞ്ഞല്ലോ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന്. മാധവേട്ടൻ്റെ ആളെത്തും മുമ്പേ അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ അച്ഛൻ 12 വർഷം നീണ്ടു നിന്നൊരു നാടകം. അയാൾ അറിഞ്ഞും ഞാൻ അറിയാതെയും അഭിനയിച്ചു. ഇപ്പൊ പെട്ടെന്ന് വെളിച്ചം വീണപ്പോ ആകെ ഒരു മരവിപ്പ്. എന്ത് ചെയ്യണമെന്നറിയില്ല. നിനക്കെന്നും എന്റെ മനസ്സിൽ ഒരു അനിയത്തിയുടെ സ്ഥാനമുണ്ട്. നിന്നെയും ശേഖരേട്ടനെയും വഞ്ചിച്ചവന് ഒറ്റ വിധിയേ ഉള്ളൂ. അത് നടപ്പാക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അരുത്. മാധവേട്ടന്റെ കൈകൊണ്ട് അയാൾക്കൊന്നും ആവരുത്. എന്റെ രാഹുലിന് അച്ഛനില്ലാതാവരുത്. അറിയാം ഞാൻ പറഞ്ഞത് വെറും ഒരു പെണ്ണിന്റെ ന്യായമാണെന്ന്. കേട്ടാൽ അറപ്പ് തോന്നുന്ന ന്യായം. പക്ഷെ എനിക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനൊരു ബോധ്യം വേണം. മാധവേട്ട,
ഒരു ജീവിതത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ മായ്ക്കാനാവില്ല. 12 വർഷക്കാലം. എനിക്ക് വാക്ക് തരൂ, മാധവേട്ടൻ്റെ കൈകൊണ്ട് അയാൾ മരിക്കില്ലെന്ന്. കൊല്ലില്ല, അരിയും. അവന്റെ ചിറകുകൾ ഓരോന്നായി ഞാൻ അരിഞ്ഞ് വീഴ്ത്തും. ആ സുനി, ഞാൻ ഹെൽത്ത് ക്ലബിലാ മോനെ. ഓ ആ, എന്നോട് അപ്പച്ചൻ പറഞ്ഞിരുന്നു നാളെയല്ലേ. ആ, നമുക്ക് വെടിക്കെട്ടാക്കാം. ഇനി നമ്മുടെ ടൈംസ് അല്ലേ മോനെ. ഓ ആ, പിന്നെ നല്ല കിടുക്കം പീസുകൾ ഇറക്കണം. അത് ശരത് ഭായ് നോക്കിക്കോളും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ അങ്ങോട്ട് വന്നോളാം. ഓക്കെ, ദെൻ സീ യു ദേർ. ഇതെന്താണെന്ന് മനസ്സിലായോ ദിവാകരന്? നിന്റെ ബിസിനസ് പാർട്ട്ണർ റാണി തോമസ് കൊച്ചിയിൽ നിന്ന് സ്കൂട്ടാവുന്നതിന് മുമ്പ് എന്നോടെല്ലാം വെളിപ്പെടുത്തി. അവളുടെ പോർണോ CD കളക്ഷൻസും നിന്റെയും അവളുടെയും ബ്ലേഡ് മാഫിയയിലെ ഇൻവെസ്റ്റ്മെന്റിന്റെയും ഭൂമി ഇടപാടുകളുടെയും ഡോക്യുമെന്റ്സ് അവൾ എനിക്ക് കൈമാറി. ഫോർ ദി എക്സ്ചേഞ്ച് പ്രൈസ് ഓഫ് ഹർ ലൈഫ്. ഈ റാണി തോമസ് നീ വിചാരിക്കുന്നതിലും മുറ്റാ ദിവാകര. നീ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഫ്ലാറ്റിൽ ചെന്ന് അലക്കുന്നത് നല്ല ചതുര വടിവിൽ ഷൂട്ട് ചെയ്തവൾ സൂക്ഷിക്കുന്നുണ്ട്, നീ അറിയാതെ. നീയും അവളും ചേർന്ന് മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത സ്ട്രാറ്റജിയുടെ ഒരു ബൗൺസ് ബാക്ക്. ബായ്ക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ഗുഡ്. ശരത്തിന്റെയും കോട്ടൂരാന്മാരുടെയും മുഴുവൻ പദ്ധതികളും നീ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കണം ഓൺ എ റെഗുലർ ബേസിസ്. സോ വാട്ട്സ് ഇൻ ദി എയർ നൗ? നിന്റെ ശരത് ബായിയെ പോലെ ദാവൂദിനും ചോട്ടാ ഷക്കീലിനും പഠിക്കുന്ന ഒരു അപ്സ്റ്റാർട്ടിന് തീരെ ക്ഷമ കാണില്ല. അവനുടനെ എന്തെങ്കിലും ഒരു വൻ ഡീലിനിറങ്ങി പുറപ്പെടും. എനി ഐഡിയ? ഞാൻ പറയാം. കോട്ടൂരാന്മാരുടെ ഫോർട്ട് കൊച്ചിയിലെ പ്രോപ്പർട്ടിയിൽ ശരത് ബായ്ക്ക് ഒരു ഡാൻസ് ബാർ സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനാ. മുംബൈ മോഡൽ ഡാൻസ് ബാർ വിത്ത് എ കാസിനോ. കോടികളുടെ വരുമാനം, ഒപ്പം ചൂതാടാനും പെണ്ണുപിടിക്കാനും വരുന്ന വൻ തോക്കുകളുമായുള്ള ഫ്യൂച്ചർ ബിസിനസ് പോസിബിലിറ്റീസ്. Oh,
വഴിയോരമേ നിഷ്കളങ്കമൊരു മുഖമായാൽ നിശ്ചയം നിന്നില കൂടും ഭിത്തിമേലെ നിശ്ചലമായ ചിത്രമൊന്നു വച്ചതുപോലെ നിശ്ചിതമൊരു വിലയില്ലേലും നിൽക്കയാണ് നീയും ഞാനും ൂഴൽ മിന്നുന്നു ഈ കണ്ണുമായാലും വരുമാരോ Smartere, oh yeah, oh yeah. Smartere, oh yeah, oh yeah. ദുഃഖങ്ങൾ അവധികൾ നൽകി മദ്യശാല അടയും നേരം ഇട്ടുപോയ തൂവാലയിൽ തുന്നി വച്ച വേറുണ്ടാകും നേർത്ത നീലവെട്ടത്തിൽ ആർക്കും ആരും അറിയില്ല ഓർത്തുവെക്കാൻ മുഖമില്ലാത്ത ഭ്രാന്തമായ നഗരം പോലെ ചൂട് വീഴുമ്പോൾ നീ വന്നു പോകുന്നു സുനിൽ, നോ. സോ ദാറ്റ്സ് കൺഫേംഡ്. എന്റെ ബിസിനസ് അസോസിയേറ്റ് കൃഷ്ണകുമാർജിയുടെ മെയിലായിരുന്നത്. നിന്റെ ട്രാവൽ പ്ലാനിൽ ഒരു മാറ്റവും ഇല്ല. നാളെ രാവിലെ കുമളി കമ്പം തേനി വഴി ചെന്നൈ. ഫ്രം ദേ യു ക്യാച്ച് 9:30 ഫ്ലൈറ്റ് ടു സിംഗപ്പൂർ. അവിടെ നേരെ ടൊറന്റോ. അവിടെ ഒരു മാസത്തെ ഹോളിഡേ. എല്ലാം കൃഷ്ണകുമാർ നോക്കിക്കോളും. കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് തിരിച്ചു വന്നാൽ മതി. നീ ഇങ്ങനെ വരിഞ്ഞുമുറി ഇരിക്കണ്ട. യു ആർ സെക്യൂർ. സത്യത്തിൽ പതറി വരയ്ക്കേണ്ടത് ഞാനാ. കോട്ടൂരാൻ കുടുംബത്തിന് വേണ്ടി സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി എടുക്കുന്ന റിസ്ക് എത്ര വലുതാണെന്ന് നിനക്കറിയാവോ? മാധവൻ തിരയുന്ന നിന്നെ എന്റെ ഈ ഫാം ഹൗസിൽ കൊണ്ട് ഒളിപ്പിക്കുക. മിനിസ്റ്ററുടെ ടൂർ ഡയറിയിൽ ഒരിക്കലും റെക്കോർഡ് ചെയ്യാത്ത ഈ ഒരു രാത്രിയിൽ എല്ലാ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒഴിവാക്കി നിനക്ക് കൂട്ടിരിക്കുക. ഇറ്റ്സ് എ ബിഗ് ഡീൽ. യെസ്, ഐ ആം ഒബ്ലൈജ്ഡ് ടു യു. നീട്ടിവെക്കപ്പെടുന്ന കടപ്പാടുകൾ എനിക്കിഷ്ടമല്ല. അപ്പച്ചനെ വിളിച്ച് സെറ്റിൽ ചെയ്യാൻ പറയണം ഉടൻ. മൗറീഷ്യസിലെ എന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കോട്ടരമാർക്ക് അറിയാം? യെസ്, ഓഫ് കോഴ്സ്. സി, നാളെ അതിരാവിലെ പുറപ്പെടേണ്ടതല്ലേ? ടേക്ക് റെസ്റ്റ്.
സുനിൽ എന്താ സുനിൽ 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 I'm going to make you pay for this. നിനക്കറിയില്ല എന്നെ. You don't know my power. ഓടാ. ആർക്കും അറിയാത്ത നിന്റെ ഈ ഫാം ഹൗസിൽ ഒരു രേഖകളിലുമില്ലാത്ത ഈ രാത്രിയിൽ സുനിൽ കോട്ടൂരാൻ അങ്ങനെ വന്നു കൊല്ലപ്പെട്ടു. അതാദ്യം നീ നിയമത്തെ ബോധ്യപ്പെടുത്ത്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഐ ഡോണ്ട് മൈൻഡ് പേയിങ് ഫോർ ദിസ്. പക്ഷേ അത് മൗറീഷ്യസിലെ നിന്റെ മറ്റേ അക്കൗണ്ടിലല്ല, സെക്രട്ടേറിയറ്റിലെ 3-ാം നമ്പർ മുറിയിൽ പകൽ വെളിച്ചത്തിൽ. I'll just pay you off once and for all. എന്താ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വായിരിക്ക്, എന്തെത്ര ധൃതി. ഡോണ്ട് ബി ഫണ്ണി. എന്തോ സീരിയസ് ഇഷ്യൂ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വാർഡന്റെ അടുത്ത് കള്ളം പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടിയത്. ഓക്കെ, എന്നാ കേട്ടോ. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇതുവരെ നീ നിന്റെ ബ്രദറിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നോ? ഇല്ലല്ലോ. സോ ഐ ടുക്ക് എ ഡിസിഷൻ. എൻ്റെ ബ്രദറിനോട് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ലാസ്റ്റ് വീക്ക് നാട്ടിൽ പോയപ്പോൾ. പുള്ളിക്കാരൻ നിന്നെ കാണാൻ വരുന്നുണ്ട് നാളെ. ഓ ഗോഡ്, നീ എന്ത് പണിയാ പറ്റിച്ചേ? നിന്നെ കണ്ടിട്ട് ചേട്ടൻ നേരെ പോയി നിന്റെ ബ്രദറിനെ മീറ്റ് ചെയ്യും ത്രൂ പ്രോപ്പർ ചാനൽ. സോ നാളെയാണ് മോളെ ആ ക്രൂഷ്യൽ ഡേ. അയ്യോ, എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എൻ്റെ വാ. വരൂ. ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ. ഹലോ ദേവി, ഐ എം അരുൺ നമ്പ്യാർ. ഇന്നെന്താ ക്ലാസ് കൽക്ക് ചെയ്തോ? ഇരിക്കൂ. സ്ഥിരം പണിയാണോ ഈ ബങ്കിങ് രണ്ടാളുടെ? എനിക്ക് ദേവിയോട് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് സംസാരിക്കണം. ദേവിയെ കുറിച്ച് അറിയണം, നിന്നെ കുറിച്ച് പറയണം. ഡു യു മൈൻഡ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ 15 minutes? ഓ നോ, ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. എനിക്ക് അവനൊരാളേ ഉള്ളൂ കൂടെപ്പിറപ്പായിട്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. സോ ഐ എം മോർ എ ഫാദർ ടു ഹിം ദാൻ എ ബ്രദർ. ദേവിക്കുണ്ട് ഒരു ബ്രദർ, എന്നെ പോലെ കുറച്ച് സീനിയർ ആയിട്ട്, അല്ലേ? മിസ്റ്റർ മാധവൻ കൊച്ചിയിൽ ബിസിനസ് ആണ്, റിയൽ എസ്റ്റേറ്റ്, സീ ഫുഡ് എറ്റ്സെട്ര എറ്റ്സെട്ര. വരുൺ പറഞ്ഞിരുന്നു? ഇല്ല, അല്ലാതെ തന്നെ എനിക്കറിയാം. പോലീസുകാരനല്ലേ. എനിക്ക് ദേവിയോട് ചോദിക്കാനുള്ള ചോദ്യം വളരെ സിമ്പിളാണ്. നിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ച് എന്റെ അനിയനെ വഞ്ചിക്കാനുള്ള ബുദ്ധി നിനക്ക് പറഞ്ഞു തന്നത് ആരാണ്? കൊച്ചിയിലെ മോസ്റ്റ് ടെറിഫൈങ് ഗാങ്സ്റ്റർ മാധവനോ അതോ അയാളുടെ ക്രിമിനൽ മെന്റർ റിട്ടയർഡ് ഡോൺ ശേഖരനോ? സാർ എന്താ പറയുന്നേ? ഇരിക്കവിടെ. ഇനിയുള്ളത് നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ളതാണ്. Just leave my brother out of this. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. അനാഥയായ നിന്നെ കൊച്ചിയുടെ ഏതോ തെരുവിൽ നിന്നും മാധവൻ കണ്ടെത്തി എന്നാണ് നീ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് ഓൺലി പാർഷ്യൽ ട്രൂത്ത്. ചുള്ളിക്കൽ സെന്റ് ആന്റണി സ്ട്രീറ്റിൽ താമസിച്ചിരുന്ന പേരെടുത്ത ഒരു അഭിസാരികയായിരുന്നു നിന്റെ അമ്മ, വൺ റോസ മറിയം സെബാസ്റ്റ്യൻ. ഏർലി 80s അവർ ബിസിനസ് ഒക്കെ മതിയാക്കി ഏതോ ഒരു വമ്പന്റെ കീപ്പായി ഒതുങ്ങി. അങ്ങനെയായിരുന്നു നിന്റെ ജനനം. നിനക്ക് 2 വയസ്സുള്ളപ്പോ നിന്റെ അമ്മ മരിച്ചു. അടക്കം കഴിഞ്ഞ ഉടനെ ഒറ്റപ്പെട്ടു പോയ നിന്നെ കൊച്ചിയിലെ നല്ല സമരിയാക്കാരായ ശേഖരനും മാധവനും കൂട്ടിക്കൊണ്ടുപോയി. ദി റെസ്റ്റ് ഈസ് യുവർ ലൈഫ്. ഇനി പറ, നിനക്കെന്റെ അനിയന്റെ ഭാര്യയാവണോ? ദേവി, ദേവി, ദേവി. പറയൂ. എടക്കൊച്ചിയിൽ ഒരു ലോൺലി സ്പേസിൽ നിന്നും സുനിലിന്റെ ബോഡി കണ്ടെത്തിയെന്നാണ് FIR. മാധവജിക്കെതിരെ 2 ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് അവർ ചമച്ചിട്ടുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലോ? എന്ത് പറ്റി ശേഖരേട്ടാ? പോലീസ് കമ്മീഷണർ അരുൺ നമ്പ്യാർ ഇവളെ പോയി കണ്ടിരുന്നു ഇന്നലെ.
അയാളുടെ അനിയനുമായുള്ള അടുപ്പത്തില്. ദേവി, നിന്നോട് ഞാൻ ഒന്നും പറയരുത്. ചേട്ടനായിട്ടല്ല, ദൈവമായിട്ടാണ് ഞാൻ കരുതിയത്. സ്നേഹവും നന്മയും മാത്രമുള്ള ദൈവം ഒരു ക്രിമിനലാണെന്ന് അറിഞ്ഞപ്പോൾ വെറുപ്പ് തോന്നി. നിങ്ങളോടല്ല, നിങ്ങൾ ദാനം തന്ന എന്റെ ജീവിതത്തോട്. ദേവി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിനക്കറിയില്ല ഒന്നും. ശേഖരേട്ടാ, വേണ്ട. പലപ്പോഴും തോന്നിയിരുന്നു നിന്നോടെല്ലാം തുറന്ന് സംസാരിക്കണമെന്ന്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒന്നിനെ മാത്രമേ ഞാൻ ഭയന്നിട്ടുള്ളൂ, നീ എല്ലാം അറിയുന്ന ഈ നിമിഷത്തെ. ഒന്നോർത്താൽ ദേവി അനുഭവിക്കുന്ന അതേ വേദന തന്നെയല്ലേ ശേഖരേട്ട ശാരദ അനുഭവിക്കുന്നത്? അവിടെ വഞ്ചിച്ചത് അവൻ, ഇവിടെ ഞാൻ. എക്സ്ക്യൂസ് മീ, സോറി ഫോർ സ്പോയിലിംഗ് ദ സീൻ. ഞാൻ വന്നത് മാധവനെ അറസ്റ്റ് ചെയ്യാനാണ്. എന്തിന്? ഫോർ ബ്രൂട്ടൽ മാൻസ്ലോട്ടർ. സുനിൽ കോട്ടൂരാനെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ടവരുടെ സാക്ഷിമൊഴിയുണ്ട്. കൂടാതെ ഇത്തവണ മുകളിൽ നിന്നും ഇയാൾക്കായി ഫോൺ വിളികളൊന്നും വരില്ല എന്ന ഉറപ്പുമുണ്ട്. Is that not enough to take in? Don't resist, Madhav. Come with me. കൊണ്ടുപോയിക്കോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവൻ പുറത്തു വരും. തനിക്ക് കൊത്താൻ പറ്റിയ ഇരയല്ലവൻ. Don't be so sure this time. തീർച്ചയാണ് കമ്മീഷണർ. ഇത്തരം ചില തീർച്ചകളിലാണ് ശേഖരനും മാധവനും ഇവിടം വരെ എത്തിയത്. ഇനിയും അത് അങ്ങനെ തന്നെ. I'll manage it. അയാൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. See, don't make a scene. ശേഖരേട്ടനിരിക്കെ. നിങ്ങൾ 3 പേരോടുമായി ചിലത് പറയാനാണ് ഞാൻ വന്നത്. ക്ഷമയോടെ കേൾക്കണം. കൊണ്ടും കൊടുത്തും കണക്കുകൾ തീർത്താണ് ഞാനും നിങ്ങൾ ഇവിടം വരെ എത്തിയത്. ഒടുവിൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മാധവൻ ഒരു വിലയിട്ടപ്പോൾ ജോസഫിന്റെ മകൻ പോയി. ആ വേദന എനിക്ക് മനസ്സിലാവും. സ്വാഭാവികമായി നിങ്ങൾ റിയാക്ട് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്താതെ മാധവനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് രഘുവിന്റെ പൊളിറ്റിക്കൽ ക്ലൗട്ടിന്റെയും ബാർഗെയിനിങ് പവറിന്റെയും ബലത്തിലാണെന്ന് എനിക്കറിയാം. ഐ വാണ്ട് ഹിം ബാക്ക്. മാന്യമായ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൊച്ചന്റെ പെട്ടിപ്പുറത്ത് വാരിയിട്ട പച്ച മണ്ണിന്റെ പശപ്പ് ഈ കയ്യിൽ നിന്ന് ഇനിയും പോയിട്ടില്ല. അതിനു മുമ്പ് എനിക്ക് ഒത്തുതീർക്കണം അല്ലേ? തീർക്കാം. ആദ്യം അകത്ത് കിടക്കുന്ന അവനെ, പിന്നെ തന്നെ. തോമസേ, I told you, don't create a scene. ഇതാണ് ശേഖരേട്ടൻ. ഏത് പ്രതിസന്ധിയിലും തളരാത്ത സ്ഥൈര്യം. തോൽവി ഉറപ്പാവുമ്പോ ഒത്തുതീർപ്പിനൊരുങ്ങുന്ന കുശാഗ്ര ബുദ്ധി. തെറ്റി രഘു. തോൽവി ഭയന്നല്ല ഞാൻ ഇവിടെ വന്നത്. എല്ലാം ഇങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി. നിന്നോടും യുവമാരോടും ഇനിയും ഒരു അംഗത്തിന് വേണ്ട ബാല്യവും കൗമാരവും യൗവനവും ബാക്കിയുണ്ട് ഈ ശേഖരന്. ഏറിയാൽ 12 മണിക്കൂർ. നീ എത്ര പിടിമുറുക്കിയാലും അതിനു മുമ്പ് മാധവൻ പുറത്തു വരും. കാണണോ നിനക്ക്? I would love to see that. അങ്ങനെ എന്തെങ്കിലും ഒരു ഹീറോയിക്സിന് ഇറങ്ങി പുറപ്പെടും മുമ്പ് ശേഖരേട്ടൻ ഒരാളുടെ അനുവാദം വാങ്ങുന്ന നന്നായിരിക്കും. ബാഡ് ലക്ക് മാധവൻ. നിങ്ങളെ റിലീസ് ചെയ്യാൻ പുറത്ത് ചില ശ്രമങ്ങളൊക്കെ നടന്നു. ബട്ട് നത്തിങ് വർക്ക്ഡ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, എന്നോടൊന്ന് സഹകരിച്ചാൽ കാര്യങ്ങളൊക്കെ കുറെ കൂടെ എളുപ്പമാവും. സുനിൽ കോട്ടൂരാന്റെ കൊലപാതകം മാത്രമല്ല, വേറെയും ചില കേസുകൾ നിങ്ങളുടെ മേൽ ചാർജ് ചെയ്യാൻ എനിക്ക് മുകളിൽ നിന്നും പ്രഷറുണ്ട്. ബട്ട് ഞാനത് ചെയ്യില്ല. എന്നാൽ ഈ കൊലക്കുറ്റം നിങ്ങൾ സമ്മതിക്കണം. യു ഹാവ് നോ ഓപ്ഷൻസ് ലെഫ്റ്റ്. ഇതാണ് എല്ലാവരും വാഴ്ത്തുന്ന കമ്മീഷണറുടെ നെഗോസിയേഷൻ പവർ. കൊള്ളാം. പിന്നെന്തൊക്കെയുണ്ട് വാഗ്ദാനങ്ങൾ? കട്ട് ദ സർക്കാസം മാധവൻ. നിങ്ങളുടെ ഗൈഡ് ആൻഡ് ഫാദർ ഫിഗർ ശേഖരൻ പോയിരുന്നു മന്ത്രി രഘുറാമിന്റെ അടുത്ത് അനുരഞ്ജനത്തിന്. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻ? മാധവനെ പുറത്തിറക്കാനായി ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കില്ല. ഉറപ്പ്. അംഗത്തിനിറങ്ങി പുറപ്പെടും മുമ്പ് ഒന്ന് ഓർക്കണം,
ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. എത്ര കാലമായി കണ്ടറിഞ്ഞവനാണെങ്കിലും മാധവൻ എന്ന അന്യന് സ്വന്തം രക്തത്തിന്റെ വില വരില്ല. നിന്റെ തന്ത പത്തി താഴ്ത്തി മാളത്തിൽ ഒളിക്കും വരെ നീ സേഫല്ല. ഇവനും. I have no fatherly hang-ups. You know? ശരത് വാസ് റൈറ്റ്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ ഓർത്ത് നിർവീര്യനായി പരാജിതനായി ശേഖരൻ തിരിച്ചു പോന്നു. നിങ്ങൾക്ക് വേണ്ടി കരുക്കൾ നീക്കാൻ ഇനി ശേഖരൻ ഉണ്ടാവില്ല. ഹീസ് ഡീആക്ടിവേറ്റഡ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. നോട്ടുകെട്ടുകൾ എറിഞ്ഞുകൊടുത്താൽ ആരുടെയും കൂടെ കിടക്കുന്ന വേശിയാണ് നിയമം. എന്ത് ചെയ്യണമെന്നും എങ്ങനെ പുറത്തിറങ്ങണമെന്നും എനിക്കറിയാം. അവൻ പറഞ്ഞത് ശരിയാണ്. ചോരയ്ക്ക് വെള്ളത്തേക്കാൾ കട്ടിക്കൂടും. നിലത്ത് വീണാൽ അത് ഒഴുകിപ്പോവില്ല. കട്ട പിടിച്ചതങ്ങനെ തളം കെട്ടിക്കിടക്കും. There is going to be a pool of blood soon. ദേവി, നീ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന കാത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. പ്ലീസ് ലീവ് മീ വരുൺ. നീ ഇത്ര സില്ലിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് ചേട്ടൻ നിന്നെ കണ്ട് സംസാരിച്ച ദിവസം എന്നോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയതാ നീ. പിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ്. പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒന്നും ചെയ്തില്ല. തെറ്റുകാരി ഞാനാ. വേണ്ട വേണ്ട, കൂടുതൽ സെൻറ്റി ഒന്നും വേണ്ട. ഞാൻ അറിഞ്ഞതും അടുത്തതും നിന്നോടാ. ഐ ഡോണ്ട് കെയർ ഫോർ യർ പാസ്റ്റ്. പറയാനുള്ളത് ചേട്ടൻ്റെ മുഖത്ത് നോക്കി തൻ്റെ അടുത്തോടെ പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. എന്ത് സംഭവിച്ചാലും നിന്നോടൊപ്പം ഞാനുണ്ടാവും എപ്പോഴും. ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു. നാളെ കൂടി നിന്റെ ചേട്ടനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ യു വിൽ ഫയൽ ആൻ ഹേബിയസ് കോർപ്പസ് സ്യൂട്ട്. പിന്നെ കമ്മീഷണർ അരുൺ നമ്പ്യാർ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നിന്റെ ചേട്ടനെതിരെ പ്ലോട്ട് ചെയ്യുന്ന ശരത്ചന്ദ്രനും മന്ത്രി രഘുരാമനുമെതിരെ എനിക്കൊരു വെപ്പൺ കിട്ടിയിട്ടുണ്ട്. വാട്ട്സ് ഇറ്റ്? ആ വരുന്ന ആരെന്നറിയോ? ദാറ്റ്സ് പാട്രിക്. ഹിസ് മൈ ക്ലോസ് ഫ്രണ്ട്. അവൻ ശരത്ചന്ദ്രൻ്റെ സിൻസിറ്റി ഡാൻസ് ബാറിലെ ഗിറ്റാറിസ്റ്റാണ്. പാട്രിക് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. നാളെ രഘുരാം എന്ന സോഷ്യൽ ഈവനിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിക്കും. ഞങ്ങൾ ചോദിക്കുന്നതിന് അമ്മ മടിക്കാതെ മറുപടി പറയണം. ഒന്നും വേണ്ട മോനെ, എനിക്കൊരു പരാതിയില്ല. ആകെ കൂടിയുള്ളത് എന്റെ കൊച്ചിന്റെ ജീവന. അതിനെ കുരുതി കൊടുക്കല്ലേ. അമ്മേ, അമ്മയ്ക്കും ഈ കുട്ടിക്കും ഒന്നും വരില്ല. പറയാനുള്ളത് ധൈര്യമായി പറഞ്ഞോളൂ. അമ്മയുടെ ഈ കൊച്ചുമോളുടെ ഗതി ഇനി മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാ. മടിക്കാതെ പറഞ്ഞോളൂ അമ്മേ. എന്റെ പേര് ശാന്തമ്മ. എനിക്ക് ആകെ കൂടിയുള്ളത് എന്റെ കൊച്ചുമോള് മല്ലികയാ. അച്ഛനും അമ്മയില്ലാത്ത ഈ കൊച്ചിനെ വളരെ കഷ്ടപ്പെട്ടാ ഞാൻ പഠിപ്പിച്ചത്. ചെറുപ്പത്തിലെ അവൾക്ക് പാട്ടിലും ഡാൻസിലും നല്ല കമ്പവാ. കോളേജിൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മാസം മുമ്പ് എന്റെ വകയിലൊരു ബന്ധു ലീലാമ്മ എന്നെ കാണാൻ വന്നു. നിവർത്തികേട് കൊണ്ട് പഠിപ്പ് നിർത്തി വീട്ടിൽ നിൽക്കുന്ന എന്റെ കൊച്ചിന് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതോ ക്ലബിലെ പാട്ടുകാരിയായിട്ട്. സിൻസിറ്റി ഡാൻസ് ബാറിൽ സിംഗറായി ചെന്നപ്പോഴേ എനിക്ക് സ്ഥലം പിടിച്ചില്ല. പക്ഷെ ലീല കൊച്ചമ്മ ഞാനവിടെ നിന്നാ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ ചെന്നതിന്റെ 3-ാം ദിവസം ബാറിന്റെ മുതലാളി ശരത് സാർ എന്നെ നിർബന്ധിച്ച്
ആളെ തിരിച്ചറിയാമോ? മന്ത്രി രഘുറാം. അത് കഴിഞ്ഞ് പിന്നെയും ശരചന്ദ്രൻ മല്ലികയെ ഭീഷണിപ്പെടുത്തി മറ്റു പലർക്കും എന്റെ കുഞ്ഞിനവന്മാരെല്ലാം ചേർന്ന് വെളി പറഞ്ഞ ഞങ്ങള് ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞു. ചുടട്ടെ, ചുട്ടു കൊല്ലട്ടെ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇനി ജീവിച്ചിരിക്കണ്ട. എന്റെ ദേവി. ചേട്ടാ ദോശയുണ്ടോ? ആ ഉണ്ട്. ഓക്കെ, രണ്ടുപേർക്ക് ദോശയും ഓംലേറ്റ് എടുത്തോ. നൗ എബൌട്ട് അവർ പ്ലാൻസ്. ഞാൻ നമുക്ക് കിട്ടിയ ഷോക്കിംഗ് ഇൻഫർമേഷനെ കുറിച്ച് ഇന്ന് ചേട്ടനോടൊന്നും പറയില്ല. നാളെ നേരെ പുള്ളിയുടെ ഓഫീസിലേക്കല്ല, വിത്ത് ദ ടിവി ടൈപ്പ്. നീ വിചാരിക്കുന്ന പോലെയല്ല പുള്ളിക്കാരൻ്റെ റെസ്പോൺസ് എങ്കിലോ? സിമ്പിൾ. നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് എൻ്റെ സുഹൃത്ത് അലക്സിൻ്റെ ഡിജിറ്റൽ സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ പോയി നമ്മൾ ഈ ടൈപ്പിൻ്റെ 5 കോപ്പികൾ എടുക്കുന്നു. ചേട്ടൻ ഇത് സപ്രസ് ചെയ്യാൻ നോക്കിയാൽ പിന്നെന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ. നീ വേഗം കഴിക്ക്, പോയിട്ട് ഒരുപാട് ജോലി ഉള്ളതാ. ഞാനും കൂടട്ടെ നിങ്ങളുടെ റോഡ് സൈഡ് ഡിന്നറിന്? ദേവിയെ കണ്ടിട്ട് കുറെ നാളായി. 3-4 മാസം മുമ്പ് ശാരദയോടൊപ്പം വീട്ടിൽ വന്നതല്ലേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ആവശ്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ വരുൺ? ദേവി നീ എണീക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്കേ. കേട്ടിട്ടില്ലേ, പ്രധാനപ്പെട്ട ബിസിനസ് ഡീലുകൾ സംസാരിച്ചുറപ്പിക്കുന്നത് തീന്മേശയിലാണ്. ക്യാൻ വി ഫിക്സ് എ ഡീൽ? എന്ത് ഡീൽ? ഈ ബാഗിനുള്ളിൽ ഒരു DV ടേപ്പ് ഉണ്ട്. എന്റെ കയ്യിലോ ഒരു മാജിക്കൽ ചെക്ക് ലീഫും. പണം മാത്രമല്ല, എന്ത് വേണമെങ്കിലും എഴുതിയെടുക്കാം. എന്തു? സാറിന്റെ ചെക്ക് ഓണർ ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല. ദേവി നീ എണീക്ക്. ചേട്ടാ നീ കയറി. എന്റെ വാക്ക് ലംഘിക്കുക അത്ര എളുപ്പമല്ല വരുൺ. നീയും ദേവിയും ഈ ടേപ്പുമായി ഇവിടുന്ന് പോയാൽ ഐ വിൽ ഹാവ് എ ടഫ് ടൈം അഹെഡ്. സോ അനിവാര്യമായത് സംഭവിക്കും. വഴിയോരത്ത് ചോര വീഴുന്ന മറ്റൊരു രാത്രി കൂടി കൊച്ചിക്ക് കിട്ടും. മാധവന്റെ ചോരയല്ല നീ, പക്ഷേ അവന്റെ പ്രാണനാണ് നീ. അതെനിക്ക് വേണം. കരയണ്ട, റിലാക്സ്. യു റിലാക്സ്. എനിക്കറിയാം നിനക്ക് പിന്നെ പിരിയാൻ കഴിയില്ലെന്ന്. ക്യാൻ ഐ ഹെൽപ്പ് യു? Be seated, Madhavan. സർ, ഇപ്പോ നഷ്ടങ്ങൾക്ക് ഇരുപുറവും ഇരിക്കുന്നവരാണ് നമ്മൾ. എനിക്ക് അനിയൻ, നിങ്ങൾക്ക് അനിയത്തി. എ ഫാക്സ് മെസ്സേജ് ഫ്രം DCP ചെന്നൈ. സുനിൽ കോട്ടൂരാന്റെ കൊല നടന്ന ദിവസം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിങ്ങളെ ചെന്നൈയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. സോ നിങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ചെന്നൈ DCP രത്നവേൽ ഈസ് മൈ ബാച്ച്മേറ്റ്. ഇങ്ങനൊരു ഫേക്ക് അലീബി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം എന്നോട് സഹകരിച്ചു. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു, നിയമം പരാജയപ്പെടുന്നിടത്താണ് നിങ്ങളെപ്പോലുള്ളവർ ഉണ്ടാകുന്നതെന്ന്. ഇപ്പോൾ
നിയമം പരാജയപ്പെട്ടിരിക്കുന്നു. ഐ ഫ്ലൗട്ടഡ് ദ ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? സ്വന്തം രക്തമല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനുജത്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തു. അവളെ പൊന്നുപോലെ നോക്കി. ഞാൻ ഉള്ളിലുള്ള സ്നേഹം ഒരിക്കലും പുറത്തു കാട്ടാതെ അവനിൽ നിന്നും മറച്ചു പിടിച്ചു. ഏട്ടൻ കർക്കശക്കാരനായിരിക്കണമെന്ന പഴയ സിദ്ധാന്തം. സോ ഹി കുഡ് നെവർ ന്യൂ ദാറ്റ് ഹൗ മച്ച് ഐ ലവ്ഡ് ഹിം. മാധവന് പോകാം. നിങ്ങളുടെ വഴിയിൽ ഇനി നിയമത്തിന്റെ വിലക്കുകൾ ഉണ്ടാവില്ല. യു ആർ ഫ്രീ. Free to do whatever you want to. രക്തബന്ധമാണോ ആത്മബന്ധമാണോ വലുതെന്ന് എനിക്കറിയില്ല. ആത്മബന്ധമാണ് വലുതെങ്കിൽ എന്റെ ദേവിയെ കൊന്നവനോട് ഞാൻ കണക്ക് തീർക്കണം. രക്തബന്ധമാണ് വലുതെങ്കിൽ നിന്റെ സ്വന്തം അനിയത്തിയെ കൊന്നവനോട് പൊറുക്കാൻ നിനക്കും കഴിയില്ല. അതെ, നിന്റെ ഞരമ്പിലോടുന്ന അതേ ചോരയാണ് ദേവിയുടെ, ശേഖരേട്ടന്റെ മകൾ. പതിനാറ് വർഷം നിധി കാക്കും പോലെ ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്ന സത്യം കൊന്നേക്ക്. സോറി, ലൈറ്റ് ബൈ 20 minutes. ശരത് ഭായി വൈകിയപ്പോൾ ഞാൻ അല്പം പറയിടായി. എന്തിന്? ഞാൻ എത്ര തന്നെ പറഞ്ഞിട്ടും രഘുറാംജിക്ക് പിന്നെയും ഭയം. മാധവനെ, അവന്റെ റിട്ടാലിയേഷൻ പവറിനെ. ശരിയല്ലേ? ട്രൂ. അവസാനത്തെ ഒരൊറ്റ തിരിച്ചിൽ കൊണ്ട് പ്രവചനങ്ങൾ തെറ്റിക്കുന്നവനാണ് മാധവൻ. മാധവനെ എനിക്കറിയും പോലെ നിങ്ങൾക്കറിയില്ല. അവൻ എന്നെ ഒന്നും ചെയ്യില്ല. ബി കൂൾ. നൗ വാട്ട് ഹാവ് യു ഡൺ ഫോർ മീ? ശരത് ഭായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബായിക്കുള്ള ചാർട്ടർ ഷിപ്പ് പുറംകടൽ ബായിയെ പിക്ക് ചെയ്യുന്ന ഏരിയയ്ക്ക് 3 നോട്ടിക്കൽ മൈൽ അപ്പുറം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്പീഡ് ലോഞ്ചിൽ പോയാൽ മതി. കോസ്റ്റൽ ഗാർഡിന് ക്ലിയറൻസുമായി എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോഴും എത്തും. എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് ഞാൻ ഉറപ്പ് വന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്, ആരും അറിയാതെ. മൗറീഷ്യസിൽ അക്കൗണ്ടിൽ പറഞ്ഞുറപ്പിച്ച തുക ക്രെഡിറ്റ് ആവും നാളെ. ആൻഡ് വൺ മോർ തിങ്, ഈ ബിസിനസ് ട്രിപ്പോടെ എല്ലാം മാറി മറിയും. എന്റെ വെസൽ 2 മാസം കൊണ്ട് മിഡിൽ ഈസ്റ്റ് കവർ ചെയ്ത് തിരികെ എത്തുന്നത് ഒരു വമ്പൻ കോളുമായാണ്. എല്ലാ മാസവും കൊച്ചി തുറമുഖത്തേക്ക് ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകൾ നിറച്ച കൗണ്ടർ ഫീറ്റ് കറൻസി കൊണ്ട് നമ്മൾ ഈ കൊച്ചി പിടിച്ചടക്കാൻ പോവുകയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ അവസാന വാക്കാവും ഈ ശരത് ഭായ്. എന്റെ കൂടെ എന്തിനുണ്ടാവില്ലേ ഹോണറബിൾ FM രഘുറാംജി? Done. I am excited. കോസ്റ്റൽ ഗാർഡിന്റെ ക്ലിയറൻസ് റെഡി. So you can start your voyage.
ഇല്ല, നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. എനിക്കതറിയാം, നിനക്കും അതറിയാം. ശാരദയ്ക്ക് നീ കൊടുത്ത വാക്ക് എന്റെ ദീർഘായുസ്. ദാറ്റ്സ് മൈ ക്യാപിറ്റൽ. എന്തിനും ചോര കൊണ്ട് വില പറയുന്നവനാണ് നീ. നീ പക്ഷെ ഒന്ന് മറന്നു. കൂടെ നിന്നൊറ്റുന്നവന് മാപ്പ് കൊടുക്കാത്ത ശേഖരേട്ടന്റെ ചോരയിൽ പിറന്ന മകളാണ് ശാരദ. അവളുടെ കയ്യിലേക്ക് ഞാൻ ദാനമായി കൊടുത്ത നിന്റെ ആയുസ് അവൾ എന്നെ തിരികെ ഏൽപ്പിച്ചു. ഒടുക്കിക്കളയാം. ഓർമ്മയുണ്ടല്ലോ മാധവൻ, എന്റെ കൺമുമ്പിലിട്ട് സുനിലിനെ കൊന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞത് പ്രവർത്തിക്കുന്നതിനാണ് ഈ രേഖ. വിടില്ല, നിന്നെ ഞാൻ വിടില്ല. എടാ മന്ത്രി പൊലയാടി മോനെ, ജനങ്ങൾ തൊഴുതൊഴിഞ്ഞ് നിന്റെ കാൽ ചുവട്ടിൽ വെച്ച് തന്ന അധികാരത്തിന്റെ വിഴുപ്പ് ഈ കൊച്ചി തെരുവിലേക്ക് ഞാൻ വലിച്ചെറിയാൻ പോകുന്നു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നീ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു. ഹലോ, ഞങ്ങൾ 5 മിനിറ്റിനകം സ്പോട്ടിലെത്തും. സാറ് പുറപ്പെട്ടോളൂ. സാറാ, Sir. What is it? I don't know. I'm innocent. Innocent? Then explain this. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് നഗരത്തെ ഞെട്ടിച്ച സംഭവ പരമ്പര അരങ്ങേറിയത്. രഘുറാം വൈദ്യന്റെ വിശദീകരണം ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ശ്രീ രഘുറാം നടത്തുന്ന മാഫിയ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഈ സംഭവമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.